ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ആനന്ദ് നീലകണ്ഠനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരെയും എമ്പതിയെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിച്ച വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. അതുമാത്രമല്ല വാട്ട് ഇഫ് ഇറ്റ് ഹാപ്പൻഡ് എന്ന മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവുകൾ നമുക്ക് മുന്നിൽ തുറന്നു തന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. 18-ൽ പരം നോവലുകൾ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന രീതിയിലുള്ള റീടെല്ലിങ്സ്, മിത്തോളജിക്കൽ ഫിക്ഷൻ എന്ന ഒരു സാഹിത്യ ശാഖ തന്നെ വളരെയധികം പോപ്പുലർ ആക്കിയ എഴുത്തുകാരൻ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കായ അസുര ദ ടെയിൽ ഓഫ് ദ വാൻക്വിഷ്ഡ്, അജയ ദ റൈസ് ഓഫ് കലി, വാനര ദ ലെജൻഡ് ഓഫ് ബാലി, പെൻ രാമായണം, ബാഹുബലി പ്രീക്വൽസ് തുടങ്ങി 18-ൽ പരം പുസ്തകങ്ങൾ. ഇവയിലൊക്കെ നമുക്ക് ശക്തരായ നായകന്മാരെയും അതുപോലെ തന്നെ പാർശ്വവത്കരിക്കപ്പെട്ട നായകന്മാരെയും സ്ത്രീ കഥാപാത്രങ്ങളെയും കാണുവാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഒരു കോളമിസ്റ്റും സ്ക്രീൻ റൈറ്ററും കൂടിയാണ് അദ്ദേഹം. നിരവധി ഹിന്ദി സീരിയലുകൾക്കും അദ്ദേഹം സ്ക്രീൻ പ്ലേസ് രചിച്ചിട്ടുണ്ട്. പോപ്പുലറായ സ്റ്റാർ ടി വിയിലൂടെ പോപ്പുലറായ സിയ കെ രാം തുടങ്ങി നിരവധി ഹിന്ദി സീരിയലുകൾക്കും അദ്ദേഹം സ്ക്രീൻ പ്ലേസ് രചിച്ചിട്ടുണ്ട്. ഒരേ സമയം ഇംഗ്ലീഷിലും മലയാളത്തിലും നോവൽ എഴുതുന്ന അദ്ദേഹം ശരിക്കും നമുക്കൊരു അത്ഭുതം തന്നെയാണ്. സോ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെനി രാമായണാസ് മെനി ലെസൺസ് എന്ന അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തെക്കുറിച്ചാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയൊരു ബുക്ക് സീരീസിനും കൂടി തുടക്കം കുറിച്ചിട്ടുണ്ട്. മഹിഷാസുര ദ ലെജൻഡ് ഓഫ് കുമാരികാണ്ഡം എന്നാണ് അത് പുതിയ ബുക്ക് സീരീസിൻ്റെ പേര്. ടു ഓൾ ദ ആനന്ദ് നീലകണ്ഠൻസ് ഫാൻസ് ഔട്ട് ദെയർ, സോ പ്ലീസ് ടു ബൈ ദാറ്റ് ബുക്ക്. ഓക്കെ, സോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മെനി രാമായണാസ് മെനി ലെസൺസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അതിൽ രാമായണം എന്നത് ഒരിക്കലും ഒരു സിംഗിൾ ഡോമിനൻ്റ് നരേറ്റീവ് ആവുന്നില്ല, മറിച്ച് അതിൻ്റെ യുണീക്നെസ് തന്നെ അതിൻ്റെ ബഹുസ്വരതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പലതരം രാമായണങ്ങളെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. രാമായണം എന്നത് ഒരു ലിവിങ് ട്രഡീഷൻ ആയിട്ടാണ് അദ്ദേഹം ഈ ബുക്കിൽ പരാമർശിക്കുന്നത്. ഉദാഹരണത്തിന് പലതരം രാമായണങ്ങൾ, ഫോക്ക് രാമായണങ്ങൾ, ട്രൈബൽ രാമായണങ്ങൾ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീടെല്ലിങ്സ് രാമായണങ്ങൾ, അവയെക്കുറിച്ചെല്ലാം അദ്ദേഹം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമകാലീന ഇന്ത്യയിൽ ഇത്തരം രാമായണങ്ങളുടെ റീടെല്ലിങ്സിൻ്റെ പ്രസക്തി എന്നതുകൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ എക്സ്ട്രാക്ട് വായിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. The Ramayana is a story about discovering oneself, knowing one's passion and changing for the better. It is about loving oneself and by extension the whole world. There are countless Ramayanas, each valid and authentic. We are not searching for the right Ramayana but the right lessons useful to us in life. If one authentic Ramayana were enough, there would not have been countless others. Only a living entity evolves as the Ramayana has evolved through centuries, mutating and growing through different language and culture. ഇത് ആനന്ദ് നീലകണ്ഠൻ്റെ വാക്കുകളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യവും അത് തന്നെയാണ് സർ. എന്തുകൊണ്ട് പല രാമായണാസ്, അതുപോലെ തന്നെ ഇത്തരം സറ്റിൽ ഡിഫറൻസസ് ഈ രാമായണത്തിനുള്ളിൽ നിലനിൽക്കുമ്പോൾ പോലും ഇവ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതു തത്വം എന്തായിരിക്കും? അതാണ് എൻ്റെ ആദ്യത്തെ കൺസേൺ. നമസ്കാരം. ഇതിലേക്ക് കുറേ കറങ്ങി നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. മറൈൻ ഡ്രൈവ് തൃശ്ശൂരാണ് പഠിച്ചതെങ്കിലും ജനിച്ചു വളർന്നത് എറണാകുളമാണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ വീക്കെൻഡ്സിലും വന്നിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ സാധിച്ചില്ല. രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. തൃപ്പൂണിത്തുറയാണ് വീട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയല്ല താമസം. ഇപ്പോൾ പകുതി ബോംബെയിലും പകുതി വയനാടുമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. പ്രൊജക്ട്സിൻ്റെ കാര്യത്തിൽ ബോംബെക്ക് പോവും, ടെലിവിഷനും സിനിമയൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ വയനാട്ടിലായിരിക്കും എഴുതാനായിട്ട് കൂടുതൽ മിക്കവാറും എല്ലാ ബുക്കുകളും എഴുതിയത് വയനാട്ടിലിരുന്നിട്ടാണ്. ഞാനൊരു ഔപചാരിക ഭാഷയിലൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. കടിച്ചാപ്പൊട്ടാത്ത മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കുക, ക്ഷമിക്കുക. ഒരു എന്താ പറയുക, ഒരു പണ്ഡിതനൊന്നുമല്ല. കഥ പറയും, അതാണ് മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി. അങ്ങനെയാണ് ഉള്ള പണി കളഞ്ഞ് കഥ പറയാൻ ഇറങ്ങിയത്. ഇന്ത്യൻ ഓയിലായിരുന്നു കുറേ കാലം. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് കഥ പറയാൻ ഇറങ്ങിയത്. വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകുന്നു. രാമായണത്തിലേക്ക് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, രാമായണം ഒരു അത്ഭുതമാണ്. ഇന്നും ഈ ബുക്ക് എഴുതി, ഇതൊരു 5 കൊല്ലം മുമ്പ് എഴുതിയ ബുക്കാണ് ആക്ച്വലി. ഇത്
കോവിഡിൻ്റെ സമയത്ത് ഓഡിയോ ബുക്കായിട്ട് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എല്ലാം ഫിക്ഷനാണ് എഴുതിയിരിക്കുന്നത്, റീഇമാജിനേഷനാണ്. അപ്പോൾ ഒരു സ്റ്റഡി പോലെ ഒരു ബുക്ക് ഓഡിയോ എന്നുള്ള മാധ്യമത്തിൽ കൂടി സ്റ്റഡി പോലെ ഒരു ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 4 ബുക്ക് സീരീസ് അവരായിട്ട് സൈൻ ചെയ്തിരുന്നു. അപ്പോൾ അത് മെനി രാമായണാസ്, ഇപ്പോൾ ഉടനെ ജനുവരിയിൽ മെനി കൃഷ്ണാസ് എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെയും ഭാഗവത്തിൻ്റെയും പല വേർഷൻസ്, പിന്നെ മെനി ശിവ, മെനി ദേവി, ഇത് 4 അവരായിട്ട് കരാറൊപ്പിട്ട് അതിൽ വന്ന ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട ആദ്യത്തെ ഒരു 5 ഓഡിയോ, ഒരു 1-2 മാസം ആദ്യത്തെ 3 വന്നിരുന്നു. ഓഡിയോ ആയിട്ട് ഏകദേശം 1 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടാണ് ഇന്ന് ഓഡിബിളിൽ വന്നത്. പിന്നീട് അത് ഹാർപ്പർ കോളിൻസ് ബുക്കായിട്ട് ഇറക്കി. അപ്പോൾ ബുക്കായിട്ട് ഇറക്കിയപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെയും ഒരു 10-100 രാമായണ കഥകൾ കേട്ടിരുന്നു, അതുവരെ എഴുതിയത് കൂടാതെ. അപ്പോൾ ഓഡിയോ ബുക്കിൽ ഇല്ലാത്ത കൂടുതൽ കഥകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ റെഫറൻസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇറങ്ങിയപ്പോൾ 1 കൊല്ലമായി. ഈ സമയം കൊണ്ട് വീണ്ടും ധാരാളം കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ് രാമായണം. അപ്പോൾ രാമായണം അധിഷ്ഠിതമായിട്ട് കുറച്ച് ടെലിവിഷൻ സീരീസ് ചെയ്തിട്ടുണ്ട്. സിയാ കെ രാം ചെയ്തു, പിന്നെ ജയ് ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ വന്ന സങ്കടമോചൻ മഹാബലി ഹനുമാൻ അത് ചെയ്തു, പിന്നെ ശ്രീമദ് രാമായണം ചെയ്തു സോണി TV-യിൽ. അങ്ങനെ രാമായണം മാത്രം അധിഷ്ഠിതമായിട്ട് അല്ലാത്തവ ചെയ്തിട്ടുണ്ട്. രാമായണം അധിഷ്ഠിതമായിട്ട് 3-4 സീരീസ് ചെയ്തു. രാമായണം അധിഷ്ഠിതമായിട്ട് അസുര എഴുതി, വാനര എഴുതി, വാൽമീകീസ് വിമൻ എഴുതി, പെൺരാമായണം എഴുതി. ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു 5% പോലും ഈ രാമായണം എത്രണ്ണം ഉണ്ടോ അത് കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ന് കുറച്ച് ദിവസം മുമ്പ് ഒരു രാമായണം കേട്ടു, രാമായണത്തിൻ്റെ ഒരു വേർഷൻ. സീത പോകുന്നില്ല രാമൻ്റെ കൂടെ കാട്ടിൽ. ഈ രാമായണത്തിൽ സീത അയോധ്യയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വേർഷൻസ് ഇത് ആരെയും മുഷിപ്പിക്കാൻ പറയില്ല കേട്ടോ. യഥാർത്ഥ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രാമായണം അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണം അത് തന്നെ വ്യത്യസ്തമാണ് മറ്റു രാമായണങ്ങളിൽ നിന്ന്. പക്ഷേ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതല്ല, ഞാൻ കഥയായിട്ടാണ് പറയണത്. സീത കാട്ടിൽ പോകുന്നില്ല, കാരണം രാമനോട് മാത്രമാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വേർഷനിൽ ഇപ്പോൾ കേട്ടതാണ്, അടുത്ത കാലത്ത് പാട്ടായിട്ടാണ് വരുന്നത്. രാമൻ തിരിച്ചു വരുമ്പോൾ സീത വാതിൽ തുറക്കണില്ല. കാരണം സീതയുടെ സംശയം രാമൻ വേറെ സ്ത്രീകളായിട്ട് പോയിട്ടുണ്ടോ. സീതയുടെ ചരിത്രത്തിന് വരെ രാമൻ്റെ ചരിത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്ന രാമായണം. രാമൻ സത്യം ചെയ്യുന്നു, അച്ഛൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു, ഞാൻ നീയല്ലാതെ വേറെ ആരെയും, ഞാൻ ഏകപത്നി വ്രതക്കാരനാണ്, നീയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടുറന്ന് നോക്കിയിട്ടില്ല എന്ന്. ഭാഗ്യത്തിന് അഗ്നിപരീക്ഷ ചോദിക്കുന്നില്ല, എന്നിട്ടേ സീത വാതിൽ തുറക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിവിധ. അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, പല പണ്ഡിതന്മാരും പല ആൾക്കാരും പറയുന്നത്, ചില സമയത്ത് ഈ സീരീസ് എഴുതുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ടെലിവിഷന് വേണ്ടി എഴുതുന്ന സമയത്ത് ഈ വാരണാസിയിലും അയോധ്യയിലേക്കുള്ള ഇത് പഠിച്ച പണ്ഡിതന്മാരുണ്ട് പലരോട്, അവരോടൊക്കെ ചിലപ്പോൾ ചോദിക്കും. കാരണം കേസും പുക്കാറൊക്കെ വരാൻ സാധ്യതയുള്ളതാണല്ലോ. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞത്, അവിടെയുള്ള ഒരാൾ പറഞ്ഞത്, ഇതിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരാൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് എഴുതിയാലും അത് അങ്ങനെ ഒരു രാമായണം ഉണ്ടാവും. അത്ര പാഠഭേദങ്ങളുണ്ട് ഇതിന്. ഉദാഹരണത്തിന് നിങ്ങൾ സീത രാമൻ്റെ പെങ്ങളാണെന്ന് എഴുതിയെന്ന് വിചാരിക്കുക, കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു സാധനമാണല്ലോ. പക്ഷെ അങ്ങനെ ബൗദ്ധരാമായണത്തിൽ അതുണ്ട്. സീതയും രാമനും ലക്ഷ്മണനും ആങ്ങളപെങ്ങളമാരായിട്ടുള്ള രാമായണമുണ്ട്. കാശിയിലെ രാജാവാണ് രാമൻ അതിൽ, ചില ബൗദ്ധരാമായണങ്ങളിൽ. അയോധ്യയിലെ രാജാവല്ല. ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയല്ല. ഇങ്ങനെ പാഠഭേദങ്ങൾ ധാരാളം. സീത രാവണനെ കൊല്ലുന്ന രാമായണം, സീത രാവണനെ കൊല്ലുന്നുണ്ട്. സീത സഹസ്രമുഖ രാവണൻ എന്ന് പറഞ്ഞ 1000 തലയുള്ള രാവണനെ കൊല്ലുന്ന രാമായണങ്ങളുണ്ട്. ശാക്തേയ രാമായണങ്ങളുണ്ട്. സീത ഹീറോയിനായിട്ടുള്ള രാമായണങ്ങളുണ്ട്. ലക്ഷ്മണൻ രാവണനെ കൊല്ലുന്നത്, രാമൻ അഹിംസാവാദിയാണ് ജൈനരാമായണത്തിൽ. അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ. ധാരാളം പാഠഭേദങ്ങൾ കാണാൻ കഴിയും. എന്തുകൊണ്ട് ഇത്ര പാഠഭേദങ്ങൾ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു കഥ സ്വാഭാവികമായിട്ട് അങ്ങനെ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരുപക്ഷെ ബൈബിളിന്, നമ്മൾ ബൈബിളിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബൈബിളിന് ധാരാളം പാഠഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുറാന് ധാരാളം പാഠഭേദങ്ങൾ ഉണ്ടായിരുന്ന കാലങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ച്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മതത്തിൻ്റെ നേതൃത്വം മറ്റുള്ളതിനെ അടിച്ചമർത്തിയത് കൊണ്ടാണ് ഈ സ്വാഭാവികമായിട്ടുള്ള വേർഷൻസ് ഇല്ലാണ്ട് 1-2 വേർഷനുകളിലേക്ക് ഒതുങ്ങിപ്പോയത്. ഇന്ത്യയിൽ അങ്ങനൊരു സംഭവവികാസം ആ കാലഘട്ടങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട്, ഒരു ഏകീകൃതമായ മതനിയമം ഇല്ലാത്തതുകൊണ്ട്, ഓരോ ജാതികളും ഓരോ പ്രദേശത്തുള്ളവരും ഓരോ ഗോത്രങ്ങളും കാലാകാലങ്ങളനുസരിച്ച് ഇത് പുനർനിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്നും രാമായണം നിലനിന്ന് പോകുന്നത്.
അതിന് ഒരു ഏകീകൃതമായ ഒരു ടെക്സ്റ്റ് ഇല്ലാത്തത് സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം മാത്രമാണിത്. കൂടുതലും വാമൊഴിയായിട്ട്, അതായത് സാധാരണ എഴുതപ്പെട്ട രാമായണങ്ങളെക്കാൾ എത്രയോ ഇരട്ടി വാമൊഴിയായിട്ട് രാമായണവും രാമായണ കഥകളും ഉണ്ട്. അതുകൊണ്ട് അത് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ടെലിവിഷനിൽ പലതും ഒരു വലിയ കാര്യമായിട്ട് പറയില്ല, ചില സാധനങ്ങളൊക്കെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വിക്കിപീഡിയയിൽ ഒറിജിനൽ പോലെ വരികയാണ്. നിങ്ങൾ വിക്കിപീഡിയ വായിച്ചു കഴിഞ്ഞാൽ പലതും ഞാൻ എഴുതി വെച്ച സാധനമാണ് ഒരു വിക്കിപീഡിയയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നെ പോലെ എഴുത്തുകാർ എഴുതിയതാണ്. ആൾക്കാർ എൻ്റെ അടുത്ത് തർക്കിച്ചിട്ടുണ്ട്, വിക്കിപീഡിയയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ രാമായണത്തിൽ എങ്ങനെ ഉണ്ടാവുന്നത്. എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ എഴുതിയ സാധനമാണ് വിക്കിപീഡിയയിൽ വന്നേക്കണം എന്നുള്ളത്? ഈ പ്രശ്നം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് രാമായണത്തിനേക്കാൾ എത്രയോ പാഠഭേദങ്ങളുള്ളതാണ് മഹാഭാരതം. അപ്പോൾ അടുത്ത ബുക്കിൽ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാം. മഹാഭാരതത്തിൻ്റെ പാഠഭേദത്തിന് അന്ത്യമേ ഇല്ല. അതുമാതിരി കഥകളുണ്ട് മഹാഭാരതത്തിന്. അത് ഓരോ തവണയും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ പുതിയ കഥകൾ കിട്ടുകയാണ്. ഇതാണ് എൻ്റെ ഒരു ഹരം. ഇതാണ് പുതിയ പുതിയ കഥകൾ എടുക്കുക എന്നുള്ളതും അതെവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതുമാണ് എൻ്റെ ഒരു ഹരമായിട്ടുള്ളൊരു കാര്യം. സർ, ഇപ്പൊ ഫോക്ക് ട്രഡീഷനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ചില ഫോക്ക് രാമായണങ്ങൾ, ഉദാഹരണത്തിന് ഖോതനി രാമായണങ്ങൾ, അതുപോലെ ബുസുണ്ടി രാമായണം, ഇവയിലൊക്കെ ശരിക്കും നമ്മൾ മെയിൻ സ്ട്രീമിൽ കണ്ടു പരിചയിച്ച് ചില രാമായണങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളവയാണ്. ഉദാഹരണത്തിന് നമ്മൾ പരിചയിച്ച രാമായണങ്ങളിൽ രാമൻ ഏകപത്നിവ്രതം അനുഷ്ഠിക്കുന്ന ആളാണ്. പക്ഷേ ഇത്തരം ഫോക്ക് ട്രഡീഷണൽ അതല്ല, അങ്ങനെയല്ല. അതിനെക്കുറിച്ച് കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ചില ഫോക്ക് ട്രഡീഷനുകൾ കാലത്തിന് അതീതമായി സഞ്ചരിക്കുന്നവ കൂടെയാണ്. ഉദാഹരണത്തിന് ഒരു ഫോക്ക് ട്രഡീഷനിൽ അങ്ങ് പറയുന്നുണ്ട് സരയൂ തീരത്ത് രാമന് വേണ്ടി കാത്തു നിന്നിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ ശരിക്കും കാലത്തിന് അതീതമായി സഞ്ചരിക്കുന്ന ചില ഫോക്ക് വേർഷനുകളുണ്ട്. എനിക്ക് തോന്നുന്നു പാർശ്വവത്കരിക്കപ്പെട്ട ജനതയെ ഒരു പരിധിയിൽ കൂടുതൽ ഇത്തരം ഫോക്ക് ട്രഡീഷനുകളിൽ നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ അതിനെ കൂടി ഒന്ന് വിശദീകരിക്കാമോ? രാമായണം എന്നുള്ളത് ജാതി ഊട്ടിയുറപ്പിക്കാനുള്ള ടൂളായിട്ട് ചിലർ ഉപയോഗിച്ചപ്പോൾ ജാതിക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ടൂളായിട്ട് തിരിച്ചു ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതും കഥകളിൽ കൂടി തന്നെയാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗമുണ്ട്, രാംനാമി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇവർ അന്നത്തെ കാലഘട്ടത്തിൽ അയിത്ത ജാതിക്കാരായിരുന്നു. ഇവർ തുളസീദാസ് രാമായണം വായിച്ചല്ല കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ തുളസീദാസ് രാമായണത്തിലുള്ള ചില ഭാഗങ്ങൾ ഇവർക്ക് സ്വീകാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ചിലതൊക്കെ ഇന്ന് വായിക്കുമ്പോൾ ജാതീയതയെ തൊട്ടുപോകുന്ന അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന വരികളുണ്ട് അതിൽ. ഇവർ ആ വരികൾ മുഴുവൻ എടുത്തു മാറ്റി ഇത് രാമൻ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന രീതിയിൽ രാമനെ കൊണ്ട് തന്നെ പറയിക്കുന്ന ഒരു രാമായണം അവർ തന്നെ ഉണ്ടാക്കി മേത്ത് ഒരു ശ്രീരാമൻ്റെ പേര് എഴുതിയിട്ടാണ് നടക്കുന്നത്. കാരണം പച്ചകുത്തും. കാരണം രാമൻ്റെ പേര് എഴുതി ആരും അടിക്കില്ല. ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് മേത്ത് രാമൻ്റെ പേര് പച്ചകുത്തി കിടക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരുടെ തുളസീദാസ് രാമായണം അതേപടി പകർത്തി ഇങ്ങനത്തെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ ദളിതർക്കെതിരെയോ ഉള്ള വാക്കുകളോ അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ ആ വരികൾ എടുത്തു മാറ്റി അത് അവർക്കൊതുങ്ങുന്ന വരികൾ അതിൽ കയറ്റി ബാക്കിയൊക്കെ അതേ കഥ വെച്ച് പോകുന്ന രാമായണങ്ങളുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ വൃന്ദാവനം ഏരിയയിലുള്ള രാമായണത്തിൽ ഉള്ള ഫോക്ക് രാമായണങ്ങളിൽ രാമലീല പോലെ തന്നെ കൃഷ്ണലീല പോലെ തന്നെ രാമലീലയുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ഞെട്ടും, പക്ഷേ ഇത് ഹിന്ദി ഹൃദയഭൂമിയിലുള്ളതാണിത്. ചില കമ്മ്യൂണിറ്റീസിൻ്റെ രാമായണങ്ങളിൽ കൃഷ്ണനെ പോലെ കൃഷ്ണൻ ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്യുന്ന പോലെ രാമൻ ചെയ്യുന്ന രീതിയിൽ ഉള്ള പാട്ടുകളും വ്യാഖ്യാനങ്ങളും. ഇതൊന്നൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി പറയാലോ കേട്ടോ. ഒരേ രാമായണം ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് പറയുകയാണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തുപോയ രാമായണങ്ങളിൽ ഹനുമാനെ നമ്മൾ ബ്രഹ്മചാരിയായിട്ടാണ് ഇപ്പോഴും കണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ ഗോഡ് ഫാദറിൽ ഇന്നസെൻ്റ് ഹനുമാനെയാണല്ലോ ബ്രഹ്മചാരിയാണെന്ന് കാണിക്കാൻ പൂജിക്കുന്നത്. പൊതുബോധത്തിൽ ഹനുമാൻ ബ്രഹ്മചാരിയാണ്. പക്ഷേ തായ് രാമായണത്തിൽ, തായ്ലാൻഡിൻ്റെ കുഴപ്പമായിരിക്കാം, തായ് രാമായണത്തിൽ ഹനുമാൻ എത്തുമ്പോഴേക്കും ഹനുമാൻ ധാരാളം ഒരു ജെയിംസ് ബോണ്ട് പോലത്തെ ക്യാരക്ടറാണ്. അവിടെ എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഹനുമാനായി മാറുക. ഇത് അതാത് ജനതകൾ അവർക്ക് എന്താണോ ശരി അവരുടെ ഈ മോറൽ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് അതാത് കാലം അനുസരിച്ചിട്ട് സ്ഥലവും കാലം അനുസരിച്ചിട്ട് ധർമ്മവും ധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 100 കൊല്ലം മുമ്പ് നമ്മൾ ധർമ്മമെന്ന് വിചാരിച്ച സാധനം ഇന്ന് അധർമ്മമായിട്ട് ഭവിക്കും. അത് ധർമ്മത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്. സ്ഥലവും കാലവും അനുസരിച്ചിട്ട് ധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ആളുകളനുസരിച്ച്, അതുകൊണ്ടാണ് സ്വധർമ്മം എന്ന് പറയുന്നത്, അതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതെന്താണെന്ന് വെച്ചിട്ട് അത് വെച്ച് കഥ തിരിച്ചെഴുതുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതുകൊണ്ടാണ് ജൈനന്മാർ രാമായണം എഴുതുമ്പോൾ രാമൻ
അഹിംസാവാദിയാണ്. രാമൻ ആരെയും കൊല്ലില്ല. കൊല്ലണ കൊട്ടേഷൻ മുഴുവൻ ലക്ഷ്മണനാണ്. എന്നിട്ട് അത് ലക്ഷ്മണൻ നരകത്തിൽ പോകും. അവരുടെ വ്യാഖ്യാനമാണ്. കാരണം അവർക്ക് രാമൻ എന്നുള്ളൊരു പുരുഷനെ ജൈനമതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അഹിംസ എന്നുള്ളതായിട്ട് കൂട്ടിച്ചേർക്കണം എന്നുള്ളതുകൊണ്ട് രാമൻ അഹിംസാവാദിയായിട്ട് ചിത്രീകരിക്കുന്ന രാമായണങ്ങൾ ജൈനമതക്കാർ എഴുതിയിട്ടുണ്ട്. ജൈനരാമായണത്തിൻ്റെ വിമലസൂര്യയുടെ ജൈനരാമായണത്തിൽ തന്നെയാണ് സീതാരാമൻ്റെ ആദ്യമായിട്ട് വരുന്നത്. സീത രാവണൻ്റെ പുത്രിയായിട്ട് വരുന്നത്. സീതാരാവണൻ്റെ പുത്രിയാവുന്ന 32ഓളം രാമായണങ്ങൾ, 32അല്ല ഇപ്പോൾ 33ഓളം രാമായണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ എത്രയോ ഉണ്ടാവും. ഞാൻ കണ്ടത് ഒരു 3-4 ശതമാനമാണെന്ന് പറഞ്ഞില്ലേ. എത്രയോ രാമായണങ്ങളുണ്ടാവും സീത രാവണൻ്റെ പുത്രിയായിട്ട് വരുന്നത്. പക്ഷേ ആദ്യം വിമലസൂര്യയുടെ രാമായണത്തിലാണ് സീത രാവണൻ്റെ പുത്രിയായിട്ട് വരുന്നത്. കൈകേയി വില്ലനായിട്ടുള്ള, പൂർണ്ണമായും വില്ലനായിട്ടുള്ള രാമായണങ്ങളുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാമായണങ്ങളിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അതാത് കാലമനുസരിച്ചിട്ട് അതാത് ജാതികൾ രാമായണവും മഹാഭാരതവും വീണ്ടും വീണ്ടും അവർക്ക് സൗകര്യമുള്ള പോലെ ഒരു ടൂളായിട്ട് വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത ചോദ്യം ഇത് തന്നെയായിരുന്നു. ഫോക്ക് ട്രഡീഷനിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ രാവണൻ സീതയുടെ അച്ഛനാണ്. അപ്പൊ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത് പോലും തന്റെ മകൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് എന്നുള്ളൊരു ഫോക്ക് വേർഷൻ പറയുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിൽ ഉടനീളം താങ്കൾ ചർച്ച ചെയ്യുന്നുണ്ട് കർമ്മവും കർമ്മഫലവും തമ്മിലുള്ള ഒരു കോൺസിക്വൻസസ്. അതായത് രാമായണത്തിൽ നമ്മൾ കാണുന്ന പലതിൻ്റെയും കണ്ടിന്യൂവേഷൻ മഹാഭാരതത്തിലാണ് കാണുന്നത്. ഇവയെ പാരലൽ ടെക്സ്റ്റുകളായി തന്നെ വായിക്കേണ്ടതിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് കൂടി അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, രാമായണം ഇത്രയും പോപ്പുലർ ആകുമ്പോൾ തന്നെ മഹാഭാരതത്തിന് അത്ര തന്നെ പോപ്പുലാരിറ്റി നമുക്കിടയിൽ ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു രാമായണത്തിന്റെ മോറൽ ഫ്രെയിംവർക്കിൽ നിന്ന് നോക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഈ കർമ്മ ആൻഡ് കർമ്മഫല എന്നുള്ള സങ്കല്പം ബന്ധിപ്പിക്കാൻ തോന്നുന്നത്? ഈ രാമായണം ഭക്തി കാലഘട്ടത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു രാമായണത്തിന്. ഈ ഭക്തി കാലഘട്ടം വരുന്നതോടുകൂടിയാണ് വീട്ടിൽ മഹാഭാരതം വായിക്കരുത് എന്നൊക്കെയുള്ള തീട്ടൂരങ്ങൾ വന്നു തുടങ്ങിയത്. കാരണം മഹാഭാരതം ഒട്ടും കംഫോർട്ടിംഗ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് അല്ല. മഹാഭാരതം ഭയങ്കര എന്താ പറയുക, നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്നത്. സ്ത്രീപർവം മാത്രം വായിച്ചാൽ മതി. മഹാഭാരതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ സ്ത്രീപർവമാണ്. ഈ യുദ്ധങ്ങളുടെ വ്യർത്ഥത ഏറ്റവും വലിയ ആൻറ്റി വാർ ബുക്കാണ്. ലോക സാഹിത്യത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ആൻറ്റി വാർ ബുക്കാണ് മഹാഭാരതം. പിന്നീടാണ് ഗീതയും കർമ്മവും ഒക്കെ അതിലേക്ക് ആരോപിക്കപ്പെടുന്നത്. ഒറിജിനലി അത് ജയ മാത്രമായിരുന്നല്ലോ. ഐറണിയാണ് ഇതിൻ്റെ സ്പേസ് അല്ലേ. ഒരു വലിയ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സ്പേസ്. ഇപ്പോൾ ഖാലിദ് ഹുസൈനി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കേൾക്കുന്നുണ്ടായി, ഒരു വലിയ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഐറണിയാണ്. ഈ ഐറണി, ജയ എന്നുള്ള പേര്, ആരും വിജയിക്കാത്ത യുദ്ധത്തിന് ജയ എന്നുള്ളൊരു പേര് ഇടുന്നതിലൂടെ വ്യാസൻ ഉദ്ദേശിക്കുന്നതും ഇതേ ഐറണി തന്നെയാണ്. ആ പർവം മുതൽ അങ്ങോട്ട് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് മഹാഭാരതം. അതേസമയം മഹാഭാരതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാമായണവും മഹാഭാരതവും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു വ്യത്യാസം, രാമായണത്തിൽ എല്ലാവരും നല്ല ആൾക്കാരാണ്. വില്ലനടക്കം എല്ലാവരും നല്ല ആൾക്കാരാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കർമ്മം ചെയ്യണു. വില്ലനടക്കം കമ്പാരിറ്റീവ്ലി ഇങ്ങനൊരു വില്ലൻ പാത്രസൃഷ്ടി ഉണ്ടോ? വലിയ പണ്ഡിതൻ, വലിയ കലാകാരൻ. രാവണൻ എന്നുള്ള ഒറിജിനൽ വാൽമീകി രാമായണത്തിലെ വില്ലൻ്റെ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. വെറുമൊരു രാക്ഷസനല്ല. അങ്ങനെ വെറുതെ വന്നു പോകുന്ന രാക്ഷസന്മാരെ രാമൻ അമ്പെയ്ത് വീഴ്ത്തി ഒറ്റ ശ്ലോകത്തിൽ തീർത്തു പോകുന്നുണ്ട്. രാവണൻ എന്നുള്ള ഒരു കഥാപാത്രത്തിന്, അത് ജയവിജയന്മാരുടെ കഥ മുതൽ തുടങ്ങി രാവണൻ എന്നുള്ളൊരു കഥാപാത്രത്തിന് വലിയൊരു ആഴമുണ്ട്. എല്ലാവരും നല്ല ആൾക്കാരാണ്. ഇതിൻ്റെ നേർ വിപരീതമാണ് മഹാഭാരതം. ആരും നല്ല ആൾക്കാരല്ല. നമ്മുടെ കൺവെൻഷനായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നല്ല ചീത്ത എന്നുള്ളൊരു വ്യാഖ്യാനമില്ല. കൺവെൻഷനായിട്ട് ആലോചിക്കുകയാണെങ്കിൽ പാണ്ഡവന്മാരെ വിജയിക്കുന്ന മുഴുവൻ പല ചതിയും പ്രയോഗിച്ചിട്ടാണ്. ഇപ്പോൾ രാമായണത്തിലെ ഉപകഥകൾ വരുമ്പോൾ തന്നെ അതിൽ രസമുള്ള ഉപകഥകൾ വരും. ഇപ്പോൾ ഒരു കഥ വരുന്നത്, രാമൻ യുദ്ധത്തിന് മുമ്പ് യാഗം ചെയ്യണം. കേട്ട് കാണും പലരും. എന്നാലും ഒന്നും കൂടി പറയുകയാണ് ഞാൻ, കഥ പറയലാണല്ലോ രസം. രാവണന് ആരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് രാമൻ അന്വേഷിക്കും. അപ്പോൾ ഇത് രാമായണത്തിലെ കഥകളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. രാവണനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പോൾ അതേ മാത്രമല്ല, യാഗം ചെയ്യുമ്പോൾ പത്നി കൂടെ വേണം. ഭാര്യയില്ലാതെ ഒരു യാഗവും നടത്താൻ പറ്റില്ല അന്നത്തെ ആചാരപ്രകാരം. ഭാര്യ, അതുകൊണ്ടാണ് സഹധർമ്മിണി എന്ന് വിളിക്കുന്നത്. സഹധർമ്മിണി കൂടെ വേണം. പക്ഷെ രാമൻ്റെ ഭാര്യ രാവണൻ്റെ പിടിയിലാണ്. ഇപ്പം രാവണൻ്റെ അടുത്ത് പറയുക, അങ്ങ് ഇവിടെ വരണം, എൻ്റെ കാർമ്മികനായിട്ട് ബ്രാഹ്മണനായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. അപ്പോൾ മഹാബ്രാഹ്മണനായി അങ്ങ് വന്ന് യാഗം നടത്തി തരണം. മാത്രമല്ല എൻ്റെ പത്നിയെ എൻ്റെ കൂടെ ഇരിക്കാൻ അനുവദിക്കണം. ഒരു ഫോക്ക് വേർഷനാണിത്. ഫോക്ക് വേർഷൻ അല്ലാത്ത വേർഷൻ ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. രാവണന്
ക്ഷണം സ്വീകരിച്ച് വരും. കാരണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വന്നേ പറ്റൂ. ഇപ്പോൾ രാവണൻ വരും, യാഗം നടത്തി കൊടുക്കും. പക്ഷെ രാവണൻ പറയണത് യുദ്ധം ചെയ്ത് നീ വീണ്ടെടുക്കണം, ഞാൻ തട്ടിക്കൊണ്ടുപോയതാണ്, ഭാര്യയെ തന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, തിരിച്ച് ഞാൻ കൊണ്ടുപോകും. രാമൻ വാക്കു കൊടുക്കും, അങ്ങ് കൊണ്ടുപോയിക്കോളൂ, ഞാൻ യുദ്ധം ചെയ്ത് തന്നെ വീണ്ടെടുക്കും, അതാണ് എൻ്റെ ധർമ്മം. ഇപ്പോൾ രാവണൻ സീതയെ കൊണ്ടുവരും പുഷ്പവിമാനത്തിൽ, അവിടെ വെച്ച് കാണും. സാധാരണ മെയിൻ ടെക്സ്റ്റുകളിൽ ഇല്ല കേട്ടോ, പക്ഷേ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയാൻ വേണ്ടി പറയാം. യാഗം നടത്തിയതിന് ശേഷം ഈ യാഗം നടത്തിയ കാർമ്മികൻ്റെ കാലിൽ വീഴണം. ആര്? യാഗം നടത്തിയ ആൾ. രാമന് അങ്ങനെ മടിയുള്ള ഈഗോ ഉള്ള ആളല്ല ഒരു രാമായണത്തിലും. ഇപ്പം രാവണൻ്റെ കാലിൽ വീഴും. ഇവിടെ കൃഷ്ണൻ്റെ ബുദ്ധി പോലെയാണ് രാമൻ്റെ ബുദ്ധി വർക്ക് ചെയ്യണത്. രാമൻ വീഴുമ്പോൾ എന്താണ് പറയേണ്ടത് ആചാര്യൻ? ഈ യാഗം നടന്നതിന് ബലം കിട്ടണമല്ലോ, വിജയീ ഭവ എന്ന് പറയണം. ഇപ്പം രാവണനെ വിജയിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ രാവണൻ മരിക്കുന്നറിയാം രാവണന്. പക്ഷേ രാവണൻ്റെ ധർമ്മം അതായതുകൊണ്ട് രാമനും സീതയും കാലിൽ വീഴും. അപ്പോൾ അവരെ അനുഗ്രഹിക്കും. പ്രായം കൊണ്ട് മൂത്ത ആളാണല്ലോ, അനുഗ്രഹിച്ചിട്ട് പറയും വിജയീ ഭവ എന്ന് പറയും. ഇപ്പോൾ ഇന്ദ്രജിത്ത് ചോദിക്കും ഇത് ചതിയല്ലേ എന്ന്. രാവണൻ പറയും എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ധർമ്മം, എനിക്കങ്ങനെ മരിക്കാനാണെങ്കിൽ ഞാൻ അങ്ങനെ മരിക്കും. എന്നിട്ട് രാമൻ സീതയെ തിരിച്ചു കൊടുത്തു വിടും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരും നല്ലവരായിട്ടുള്ളൊരു നറേറ്റീവാണ് രാമായണത്തിൻ്റെ ഉപകഥകളിൽ വരെ വരുന്നത്. ഈ ഓരോന്നിനും ഇങ്ങനെ വന്നു പോകും. ഇത് തന്നെ നമ്മൾ മഹാഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പോലും കൃഷ്ണൻ ചെയ്യുന്നത് മുഴുവൻ സാമാന്യധർമ്മം വഴി, നമുക്കതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. സാമാന്യധർമ്മം വഴി പാണ്ഡവന്മാർ ഒരാളെപ്പോലും, എൻ്റെ അജയ എന്ന് പറഞ്ഞ ബുക്ക് അതാണ്, ഒരാളെപ്പോലും സത്യസന്ധമായിട്ട് കൊല്ലുന്നില്ല. ഭീഷ്മരാവട്ടെ ദ്രോണരാവട്ടെ എല്ലാവരെയും ചതി എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് കൊല്ലുന്നത്. അതിൻ്റെ കർമ്മഫലങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഈ രാമായണവും മഹാഭാരതം തമ്മിൽ, അപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെ ഈ ഗ്രേനസ് ഉണ്ടല്ലോ, ധാർമ്മികം എന്ത് അധാർമികം എന്തെന്നുള്ളൊരു ഡിബേറ്റ് ഏറ്റവും ഭയങ്കരമായിട്ട് വരുന്നത് മഹാഭാരതത്തിലാണ്. ഇത് ആൾക്കാർ അൺകംഫർട്ടബിൾ ആക്കുന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും വീട്ടിൽ മഹാഭാരതം വായിക്കരുതെന്ന് പറയുന്നതും. അതുകൊണ്ടാണ് അത് അത്രയധികം പോപ്പുലർ അല്ലാതെയായി മാറിയതും. കാരണം രാമായണത്തിൽ നമുക്ക് വില്ലനിൽ നിന്ന് വരെ ധാരാളം പഠിക്കാനുണ്ട്. അതേസമയം മഹാഭാരതത്തിൽ രാമനെ അനുകരിക്കാൻ പറ്റും, രാവണനെ അനുകരിക്കാൻ പറ്റും. മഹാഭാരതത്തിൽ ഒരു കഥാപാത്രത്തെ നമുക്ക് ആരാധിക്കാന്നല്ലാണ്ട് അനുകരിക്കാൻ പറ്റില്ല. യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കുക. കൃഷ്ണൻ പെരുമാറുന്ന പോലെ നമ്മുടെ മകനോ സഹോദരനോ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്ന് ജയിലിൽ കിടന്നു നോക്കിയാൽ മതി, ചെറുപ്പം മുതൽ, ഇല്ലേ? അതൊരു വിവാദമാക്കാൻ വേണ്ടി പറയില്ല. മഹാഭാരതത്തിലുള്ള ഒരു കഥാപാത്രം പോലും നമുക്ക് അനുകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഗ്രേനസിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഏറ്റവും സത്യസന്ധൻ എന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ ചൂതുകളിയുടെ ആളാണ്. ചൂത് കളിച്ച് കുടുംബം മുഴുവൻ കളയുന്ന ആളാണ് ഏറ്റവും മോഡലായിട്ട് വയ്ക്കുന്ന യുധിഷ്ഠിരനെ. അതേസമയം രാമായണത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ബാലി ഒരു നോബിളായിട്ടുള്ള ഒരു വില്ലനാണ്, രാവണൻ ഒരു നോബിളായിട്ടുള്ള വില്ലനാണ്. എല്ലാ കഥാപാത്രങ്ങളും, ഓരോ കഥാപാത്രങ്ങളും ഒരു ധർമാധർമ്മങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരവരുടെ നിലപാടിൽ നിന്നിട്ട് അവർ ധാർമ്മികരായിട്ടാണ് പ്രവർത്തിക്കുന്നതും ഫെയർ ആയിട്ടാണ്. എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിലും, ഫെയർ ആയിട്ടാണ് അവർ ചെയ്യുന്നതും. പിന്നെ എന്തുകൊണ്ട് രാമായണവും മഹാഭാരതവും ഒന്നിച്ച് വായിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റ പരമ്പരയുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഈ ഭക്തിമാർഗം വരുന്നതിന് മുമ്പ്, ഭക്തിമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മധ്യകാലഘട്ടത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ചില ഇൻ്റർവ്യൂസിൽ. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ്, കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, റിപ്പീറ്റേഷനായിരിക്കും. രണ്ട് രീതിയിൽ ബേസിക്കായിട്ട് പല വീക്ഷണകോണുണ്ടെങ്കിലും ഒരു അക്കാഡമിക് സേക്കിന് രണ്ട് രീതിയിൽ ഈ ദൈവത്തെയും ജീവിതത്തെയും ധർമാധർമ്മങ്ങളെയും വിഭജിക്കുന്ന രണ്ട് വീക്ഷണകോണാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സെമിറ്റിക് മതങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന, എബ്രഹാമിക് മതങ്ങളെന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനിറ്റി, അതുപോലെ ഇസ്ലാം, ജുദായിസം, കമ്മ്യൂണിസം, ഈ 4 മതങ്ങളും. കമ്മ്യൂണിസം മതം തന്നെയാണ്, വിവാഹത്തിന് മുറുകണില്ല, അത് ശരിക്കൊരു മതം തന്നെയാണ്. ഇതുപോലത്തെ മതങ്ങളൊക്കെ ഒരു വീക്ഷണകോണുണ്ട് ലോകത്തിനെക്കുറിച്ച്. ഇത് കൃത്യമായിട്ട് നിർവചിച്ച് അതിൽ വ്യത്യാസങ്ങളുണ്ടാവാം, ശരി തെറ്റുകളുണ്ട്. അതിൽ ദ്വന്ദ്ങ്ങളിലാണ് ഇവ നിൽക്കുന്നത്. ഇരുട്ട് വെളിച്ചം, സ്വർഗം നരകം, പാപം പുണ്യം. നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോവും. സിമ്പിൾ നറേറ്റീവാണ്. നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോവും, പുണ്യം ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോവും. ബേസിക്കലി ടെംപ്റ്റേഷൻ ആൻഡ് ഫിയർ ഇതിലാണ് കിടക്കുന്നത്. ഈ 4 മതങ്ങളും നോക്കിക്കോളൂ. അത് സ്വർഗം എന്നായിരിക്കില്ല, പ്രൊലിട്രിയേറ്റിൻ്റെ സ്വർഗമാവാം, പക്ഷെ ഓഫർ ചെയ്യണ സെയിം തന്നെയാണ്. അതേസമയം
കിഴക്കൻ മതങ്ങൾ, ബുദ്ധിസം, ജൈനിസം, നമ്മൾ ഇന്ന് ഹിന്ദുയിസം എന്ന് വിളിക്കുന്ന പല വീക്ഷണകോണുകളുള്ള അത് എത്തീസം അടക്കമുള്ള സാധനങ്ങളുടെ വീക്ഷണകോണിൽ ഈ സ്വർഗം നരകം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അതിനിങ്ങനെ വ്യക്തമായിട്ട് കമാൻഡ്മെൻറ്റ്സ് ഇല്ല. ഇന്ന സാധനം ചെയ്താൽ ശരി, ഇന്ന സാധനം ചെയ്താൽ തെറ്റെന്നുള്ളതില്ല. അതാത് കാലദേശം അനുസരിച്ചിട്ടാണ് ധർമ്മം ചെയ്യേണ്ടത്. നമ്മൾ തന്നെ സ്വധർമ്മം ആചരിക്കണം, നമ്മൾ തന്നെ കർമ്മം ചെയ്യണം. ആ കർമ്മം അനുസരിച്ച് ദൈവത്തിന് വലിയ പ്രസക്തിയില്ല ഈ മതത്തിൽ. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഭക്തിമാർഗത്തിന് മുമ്പാണ് പറഞ്ഞത് ഞാൻ, നമ്മുടെ കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് കർമ്മഫലം കിട്ടും. ഇപ്പം അതായത് ഇപ്പോൾ രാമായണ മഹാഭാരതം ലിങ്ക് ആവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമൻ ബാലിയെ ഒളിഞ്ഞമ്പെയ്യുന്നു. ഇത് രാമായണവും മഹാഭാരതവും ഇപ്പോൾ സ്റ്റോറി റൈറ്റിങ്ങിനൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ തത്വത്തിലാണ് ഈ സ്റ്റോറി മൂവ് ചെയ്യുന്നത്. ഒരൊറ്റ കാര്യമുള്ളൂ കഥയ്ക്ക്. ഒരു ക്യാരക്ടർ ഒരു അവൻ്റെ ധർമ്മം എന്താണെന്ന് സ്വയം നിർവചിക്കുന്നു. അവനൊരു ധർമ്മസങ്കടം ഉണ്ടാവുന്നു. ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി തെറ്റെന്ന് വ്യക്തമായിട്ട് അറിയുകയാണെങ്കിൽ ഏത് മന്ദബുദ്ധിയും ശരിയത് സെലക്ട് ചെയ്യുള്ളൂ, അല്ലേ? ശരിയേത് തെറ്റേതെന്ന് അറിയാത്ത, ധർമ്മമേത് അധർമ്മമേതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് ധർമ്മസങ്കടം. അപ്പോൾ രാമന് ബാലിയെ കൊല്ലണം എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിൽ എത്തുകയാണ്. ഇതിൽ രണ്ട് കാര്യം രാമന് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാലിയുടെ കൂടെ കൂടാം. പക്ഷെ ബാലിയുടെ കൂടെ കൂടുന്നത് രാമനെ സംബന്ധിച്ച് അധർമ്മമാണ്. അപ്പോൾ ഒളിഞ്ഞിരുന്ന് അമ്പെയ്യുന്ന ചെറിയ അധർമ്മം ചെയ്യുക വലിയ അധർമ്മത്തിന് പകരം എന്ന് രാമൻ സ്വയം വ്യാഖ്യാനിച്ച് ബാലിയെ അമ്പെയ്യുന്നു. ഇതിന് ഒരു കർമ്മബലം ഉണ്ടാവും. ആ കർമ്മബലം എന്താണ്? ഇതേ ബാലി ജരനായിട്ട് വന്നിട്ട് കൃഷ്ണനെ, രാമൻ്റെ അടുത്ത ജന്മത്തിൽ കൃഷ്ണനെ അമ്പെയ്ത് കൊല്ലുന്നു. അപ്പോൾ സ്വർഗം നരകം എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസിക് ആയിട്ടില്ല. കാരണം നിതാന്തമായ കാലചക്രമാണ്, ജന്മജന്മാന്തരങ്ങളായിട്ട് പോവുകയാണ് മറ്റേ ഭാരതീയ കോൺസെപ്റ്റിൽ. അപ്പോൾ രാമായണത്തിൻ്റെ ഫലം പലതും മഹാഭാരതത്തിലായിരിക്കും കിട്ടുക. രാമൻ ഇവിടെ രാമേശ്വരത്ത് വെച്ച് ധനുഷ്കോടിയിൽ വിചിത്രമായൊരു വാദം ഉന്നയിക്കുന്നുണ്ട് വരുണനോട്. വരുണൻ എന്ന് പറഞ്ഞ സമുദ്ര ഭഗവാൻ, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ദേവൻ. അദ്ദേഹത്തെ രാവണൻ സത്യം ചെയ്യിച്ചിട്ടുണ്ട്, എൻ്റെ ലങ്ക നീ കാക്കണമെന്ന്. പക്ഷെ രാമൻ വന്ന് പറയുന്നു, ഇപ്പോൾ രാജാരവിവർമ്മയുടെ ഫേമസ് ആയിട്ടുള്ള പിക്ചർ ഉണ്ടല്ലോ, രാമൻ അമ്പെയ്യാൻ നിൽക്കുന്നത്. പിന്നീട് നമ്മൾ പല രീതിയിലും അത് കണ്ടു, കടലിനെ അമ്പെയ്യാൻ നിൽക്കുന്നത്. രാമൻ പറയുന്നു, ഞാൻ ബ്രഹ്മാസ്ത്രം എറിഞ്ഞ് നിന്നെ തിളപ്പിക്കും, നിൻ്റെ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കും. കാരണം എനിക്ക് വേണ്ടത് എൻ്റെ വാനരന്മാർ കല്ലിടുമ്പോൾ അത് പൊങ്ങിക്കിടക്കണം. വരുണം പറയുന്നു അത് അധർമ്മമാണ്, കാരണം കല്ലിൻ്റെ ധർമ്മം താണു പോവുക എന്നുള്ളതാണ്. പക്ഷേ രാമനാണ് ചോദിക്കണത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇതിൻ്റെ ഫലം കർമ്മഫലം ഉണ്ടാവും. രാമൻ പറയുന്നു കർമ്മഫലം ഉണ്ടായിക്കോട്ടെ, ഇന്ന് എനിക്ക് ചെയ്യേണ്ടത് ഇതാണ്. അങ്ങനെ കല്ല് പൊങ്ങിക്കിടക്കണു, ഇവർ പാലം പണിയുന്നു, യുദ്ധം ചെയ്യിക്കുന്നു, അതൊക്കെ കഴിയുന്നു. ഇതിൻ്റെ കർമ്മഫലം പറഞ്ഞാൽ എവിടെയാണ്? മഹാഭാരതത്തിൽ ഇതേ വരുണൻ കല്ലുകൊണ്ടുണ്ടാക്കിയ ദ്വാരക വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇതിൻ്റെ കർമ്മഫലം വരുന്നത്. അപ്പോൾ ഈ ലെസനാണ് രാമായണവും മഹാഭാരതവും പിന്നീടുള്ള 18 പുരാണങ്ങളും 108 ഉപപുരാണങ്ങളിലൊക്കെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്നൊരു സാധനം ഈ കർമ്മവും കർമ്മഫലം എന്നുള്ളത് തന്നെയാണ്. ഇത് പിന്നീട് മധ്യകാലഘട്ടത്തിൽ ഈ സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ഇൻട്രാക്ഷൻ വന്നതോടുകൂടി അതിൽ നിന്ന് ധാരാളം കടമെടുപ്പുകൾ വന്നതോടുകൂടിയാണ് വ്യക്തമായ പാപപുണ്യം, പിന്നെ ഒരു ഗരുഡപുരാണം കൂടി രചിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കുറ്റത്തിന് 2 ശിക്ഷയാണ്. ശരിക്കും ലോജിക്കലി ഒക്കില്ല. അതായത് ഞാൻ പാപം ചെയ്തു, എന്നെ അടുത്ത ജന്മത്തിൽ എനിക്ക് എൻ്റെ ബലം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു, എന്നെ നരകത്തിൽ കൊണ്ടുപോയി എണ്ണയിലിട്ട് കാച്ചി, രണ്ടിലേതെങ്കിലും ഓക്കെ. ഇപ്പം എന്താ, ഗരുഡപുരാണം കൂടി വന്നപ്പോൾ എന്തായി? ഞാൻ പാപം ചെയ്തു, എന്നെ നരകത്തിൽ കൊണ്ട് കാച്ചി, എന്നിട്ട് വീണ്ടും ഞാൻ കർമ്മഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കുക. ഉന്തിൻ്റെ കൂടെ ഒരു തള്ളും കൂടി. അതാണ് ഈ ഇതിൽ വന്നപ്പോൾ വന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വന്നതോടുകൂടിയാണ് കുറേയൊക്കെ കൺഫ്യൂഷൻ വരികയും ഇതേപോലത്തെ ഡിബേറ്റ്സ് വന്നു തുടങ്ങുകയും ചെയ്തത്. രാമൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, രാമൻ ചെയ്തത് അമ്പ് ചെയ്തത് മോശമല്ലേ എന്നൊക്കെ ഉള്ളത്. ടോട്ടൽ ടെക്സ്റ്റായിട്ട് വായിക്കുമ്പോൾ അതെപ്പോഴും ഒരു ചോയ്സാണ് എടുക്കുന്നത്, ശരിയത് തെറ്റെന്ന് പറയുന്നില്ല. ഓരോ മനുഷ്യനും ധർമ്മസങ്കടങ്ങൾ വരുമ്പോൾ അവനവന് തോന്നുന്നത് ധർമ്മമെന്ന രീതിയിൽ ആചരിക്കുകയും ആ ധർമ്മത്തിന് ആ കർമ്മത്തിന് കർമ്മഫലം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കഥകൾ പഠിപ്പിച്ചിരുന്നത്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്നുള്ള വ്യതിചലനമാണ് ഈ സെമിറ്റിക് മതങ്ങളോടുകൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ രണ്ടും കൂടി കൂട്ടിയൊരു അവിയലായി മാറിയതും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്തത്. ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ സർ, എൻ്റെ അടുത്ത ചോദ്യം രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചാണ്.
ഇത്രയും രാമായണങ്ങൾ ആഴത്തിൽ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് താങ്കൾ കണ്ട സീത ആരായിരുന്നു? സീത മാത്രമല്ല, ഒട്ടനവധി സ്ത്രീ കഥാപാത്രങ്ങൾ രാമായണത്തിലുടനീളം വന്നു പോകുന്നുണ്ട്. അഹല്യ ആയിക്കോട്ടെ, താടക ആയിക്കോട്ടെ, ശൂർപ്പണക ആയിക്കോട്ടെ, ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ധാർമ്മിക പരിസരവും കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നത് വളരെ കൗതുകകരമായി ഞാൻ നോക്കിക്കണ്ട ഒരു കാഴ്ചയാണ്. ഉദാഹരണത്തിന് വാൽമീകി രാമായണത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും പിന്നീട് ഭക്തി പ്രസ്ഥാനത്തിന്റെയൊക്കെ വരവോടുകൂടി ഭയങ്കരമായി മാറി മറിയുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് ചുറ്റും നിലനിൽക്കുന്ന ചില മോറൽ കോഡുകൾ. അപ്പൊ വർത്തമാനകാല ഇന്ത്യയിൽ നിന്നും കൂടി നോക്കി കാണുമ്പോൾ ഇത്തരം മോറൽ ഫ്രെയിംവർക്കുകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് ചുറ്റും നിൽക്കുന്ന ഒരു മോറൽ കോഡുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ വലിയൊരു വ്യത്യാസം വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണത് നമ്മൾ ഭക്തി രാമായണത്തിലെ സീതയും വാൽമീകിയുടെ സീതയും നോക്കുമ്പോഴാണ്. അത് സീതയിൽ മാത്രമല്ല, ശകുന്തളയിലും ആ പ്രശ്നമുണ്ട്. നമ്മളൊക്കെ കാളിദാസൻ മഹാനായ കവിയാണ്, ഒരു സംശയമില്ല. പക്ഷെ കാളിദാസൻ്റെ ശകുന്തളയെ വ്യാസൻ്റെ ശകുന്തള കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിച്ച് കണ്ടുപൊട്ടിക്കും. കാരണം വ്യാസൻ്റെ ശകുന്തള എന്ന് പറയണത് ഇന്നത്തെ ശകുന്തളയാണ്. കാളിദാസൻ്റെ ശകുന്തള എന്ന് പറയണത് ഒരു മധ്യകാലഘട്ടത്തിലെ ശകുന്തളയാണ്. ഇപ്പോൾ ഒരു സീതയിലേക്ക് ഞാൻ വരാം, ശകുന്തള വഴി വരാൻ വേണ്ടിയിട്ടാണ്. ശകുന്തളയുടെ ഒരു ഉദാഹരണം എങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾ മാറി മറിഞ്ഞു മധ്യകാലഘട്ടത്തിൽ എന്നുള്ളതിനാണ്. വ്യാസൻ്റെ ശകുന്തളയിൽ ഈ ആഖ്യാനങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം മഹാഭാരതം തന്നെ പല ഇനമുണ്ട്, പലതരം മഹാഭാരതങ്ങളുണ്ട്. എങ്കിലും പൊതുവെയുള്ള മഹാഭാരതത്തിൽ വ്യാസൻ്റെ ശകുന്തളയ്ക്ക് ദുർവാസാവിൻ്റെ ശാപമൊന്നുമില്ല. ദുഷ്യന്തൻ ചതിക്കുന്നത് തന്നെയാണ് ശകുന്തളയെ. ദുഷ്യന്തൻ ആശ്രമത്തിലൊരു കന്യകയെ കണ്ടു, അവർ ഗാന്ധർവ വിവാഹം, ശകുന്തളയുടെ ചോയ്സാണ്, ഗാന്ധർവ വിവാഹം ആവുന്നു. അങ്ങനെ നിഷ്കളങ്കയായിട്ട് പറ്റിക്കപ്പെടുകയല്ല വ്യാസൻ്റെ ശകുന്തള. ദുഷ്യന്തൻ വാക്കു കൊടുക്കുന്നു. എന്നിട്ട് ശകുന്തള ദുഷ്യന്തൻ്റെ അടുത്ത് പോകുമ്പോൾ ദുഷ്യന്തൻ തിരിച്ചറിയാത്ത ഭാവം നടിക്കുകയും ശകുന്തള എന്നാൽ എൻ്റെ മകനെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ശകുന്തളയാണ് കാണുന്നത്. അതാണ് ഭരതനാവുന്നതും നമ്മളൊക്കെ ഭാരതീയരെന്ന് വിളിക്കുന്നതും ആ പരമ്പരയിൽ നിന്നാണ്. കാളിദാസന് ശകുന്തള എത്തിയപ്പോൾ എന്തായി, വിചിത്രമായ അദ്ദേഹത്തിൻ്റെ കാവ്യഭംഗിയെ ക്വസ്റ്റ്യൻ ചെയ്യല്ല നമ്മൾ. പക്ഷെ ഇതുപോലെ നമ്മൾ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ട് ഒരു ഡയറക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ, സ്ക്രീൻ റൈറ്റർ എന്ന് പറഞ്ഞാൽ അയാൾ ഇത് പറയും തലയ്ക്ക് വട്ടാണോ എന്ന് ചോദിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശകുന്തള ഇരിക്കണു, ദുഷ്യന്തനെ ആലോചിച്ച് ദുർവാസ മഹർഷി വരുന്നു. കാളിദാസൻ്റെ പ്ലോട്ട് ഡിവൈസാണ്. ദുർവാസ മഹർഷി വന്നിട്ട് ശകുന്തള മൈൻഡ് ചെയ്യുന്നില്ല, ശപിക്കുന്നു ശകുന്തളയെ. എന്താ ശപിക്കണത്? സാധാരണഗതിയിൽ ഞാനാണ് ദുർവാസമെങ്കിൽ നീ ആരെയാണോ ഓർത്തിരിക്കണത് അയാളെ നീ മറന്നു പോട്ടെ എന്നല്ലേ ശപിക്കേണ്ടത്. ഇത് വല്ലാത്ത ശാപമാണ്. നീ ആരെയാണോ ഓർത്തിരിക്കണത് അയാൾ നിന്നെ മറന്നു പോട്ടെ എന്ന് പറയണു. അതുപോട്ടെ, ദുർവാസാവിൻ്റെ ടൈം പാസിന് അദ്ദേഹം അത് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അതിനുശേഷം ഇവർ പോകുന്ന വഴിക്ക് മുദ്രമോദനം കൊടുത്തിട്ടുണ്ട്. ദുഷ്യന്തൻ നല്ലവനായതുകൊണ്ട് മുദ്രമോദനം കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചാൽ ഞാൻ ഓർക്കെന്ന് പറയണു. ഏത് ഈ രാജാവ് കുട്ടി ഉണ്ടാക്കിയ രാജാവിന് മോതിരം കണ്ടാലേ ഉള്ള ഓർമ്മ വരും. അത്രേ പ്ലോട്ട് ഡിവൈസാണ്. എന്നിട്ട് ആ മോതിരം ഇങ്ങനെ പോകുന്ന വഴിക്ക് മോതിരം ഊരി വെള്ളത്തിൽ വീണു. ഒരു മീൻ, ഗംഗയിൽ കോടിക്കണക്കിന് മീനുണ്ട്, അതിലൊരു മീൻ വന്ന് കൃത്യമായിട്ട് ഈ വേറൊന്ന് തിന്നാൻ കിട്ടാത്തതുകൊണ്ട് ഈ മോതിരം നിന്നു. അത് കഴിഞ്ഞ് ഇവർ അവിടെ പോണു. ദുഷ്യന്തൻ ആലുവമണപ്പുറത്ത് കണ്ട ഭാവം മാനിക്കുന്നില്ല. കാരണം ശാപം, ദുർവാസാവിൻ്റെ ശാപമാണ് കാരണം. കാളിദാസനെ എഴുതി പിടിപ്പിച്ചാണ്. വ്യാസനിൽ ഇതൊക്കെ വളരെ ക്ലിയറാണ്. തിരിച്ച് ശകുന്തള വരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം ഒരു മുക്കുവൻ കൃത്യം ഈ 10 കോടി മീനിൽ നിന്ന് ഈ മീനിനെ തന്നെ പിടിക്കണു. അവിടെ തന്നെയുള്ള ദുഷ്യന്തൻ്റെ അവിടെ തന്നെയുള്ള അയാൾ പിടിക്കണു, അയാൾ മുറിക്കണു, മുദ്രമോതിരം കാണുന്നു, രാജാവിന് കൊടുക്കണു. അയാൾ കൊണ്ടുപോയി പണയം വയ്ക്കുകയല്ല, രാജാവിന് കൊണ്ട് കൊടുക്കണു മോതിരം. ആൻഡ് രാജാവ് കാണുമ്പോൾ അയ്യോ ശകുന്തള എന്ന് പറഞ്ഞൊരു സെൻറ്റിമെൻറ്റും സോങ്സും. പിന്നെ ശകുന്തളയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്ലോട്ട് ഡിവൈസ്. മധ്യകാലം എത്തിയപ്പോഴേക്കും ഈ സ്ത്രീ ഇങ്ങനെ ബോൾഡായിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ആലോചിക്കാനുള്ള രീതിയിൽ നിന്ന് സമൂഹം മാറിയിരുന്നു. ഈ മാറ്റം നമുക്ക് സീതയിലും കാണാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പുരാണത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം, സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് ധാരാളം പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പഞ്ചകന്യകളിലും പഞ്ചസതിയിലും സീതയുടെ പേര് വരുന്നത്. കുന്തിയും പലരും ഉണ്ടെങ്കിലും സീതയാണ് ദ്രൗപദിയെക്കാളൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കഥാപാത്രം വാൽമീകിയുടെ സീതയാണ്. തുളസിദാസിൻ്റെ സീതയല്ല, എഴുത്തച്ഛൻ്റെ സീതയല്ല കേട്ടോ, ഇതൊക്കെ വേറെ സീതകളാണ്. വാൽമീകിയുടെ സീത എന്ന് പറയുന്നത് ദ്രൗപദിയും സീതയും തമ്മിലൊരു കമ്പാരിസൺ പറയാം. ചുമ്മാ ഒരു ആലോചിക്കാൻ, ഇറ്റ്സ് എ തോട്ട് എക്സസൈസ്, വേറെ ഒന്നും വിചാരിക്കണ്ട. സമയമുണ്ടല്ലോ, ഒരു 5 മിനിറ്റ്. ഓക്കെ.
സീത, ദ്രൗപദി, പലരും ഇന്നത്തെ ആളുകൾ പലപ്പോഴും ഫെമിനിസ്റ്റുകൾ, എനിക്ക് വിരോധമൊന്നുമില്ല, ഐ ആം ഓൾസോ എ ഫെമിനിസ്റ്റ് എന്ന് പറയാം, പക്ഷേ ദ്രൗപദി ഒരു മോഡലായിട്ട് കണക്കാക്കും. കാരണം ദ്രൗപദിയെ ടെലിവിഷൻ സീരിയലിലും ഞാനടക്കം എഴുതിയ ടെലിവിഷൻ സീരിയലിലൊക്കെ ദ്രൗപദിയെ ഭയങ്കര ശക്തമായ കഥാപാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ദ്രൗപദിയുടെ അത്രയും വീക്കായിട്ടുള്ളൊരു കഥാപാത്രം വേറെ ഇല്ല പാത്രസൃഷ്ടിയിൽ. സീതയുടെ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറും ഇല്ല. കാരണം ദ്രൗപദിക്ക് ഒന്നാമത്തെ കാര്യം പറയാം, ആദ്യം സീതയുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. വാൽമീകിയുടെ സീത മണ്ണിൽ നിന്ന് സീതയെ കിട്ടുന്നു, ഭൂമിജയാണ് സീത, ഭൂമിയിൽ നിന്ന് കിട്ടുന്നവളാണ് സീത. ഭൂമിയായിട്ടാണ് കമ്പാരിസൺ മുഴുവൻ സീതയുടെ രാമായണത്തിൽ. സീത സ്വയംവരം, സീതയാണ് രാമനെ സെലക്ട് ചെയ്യണത്. സീതയ്ക്ക് അവിടെയും ചോയ്സ് ഉണ്ട്. വാൽമീകി രാമായണത്തിൽ സ്വയംവരം ഇല്ല ശരിക്കും. വില്ല് അവിടെ വച്ചിട്ടേ ഉള്ളൂ. കാലങ്ങളായിട്ട് ആളുകൾ വരും എടുത്ത് പൊക്കാൻ നോക്കും. സീത അത് പൊക്കുകയും വേറെ ആർക്കും അത് പൊക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ സീതയോടൊത്ത ഒരാൾ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ള തീരുമാനം എടുക്കുന്നത് സീതയോട് ചോദിച്ചിട്ട് ജനകൻ തന്നെയാണ്. അങ്ങനെ പല പല രാജാക്കന്മാർ വരികയും അവർക്ക് പല പല ദിവസങ്ങളിലാണ്, പല വർഷങ്ങളായിട്ടാണ് രാജാക്കന്മാർ വരുന്നത്. അല്ലാണ്ട് ടെലിവിഷൻ സീരീസ് കാണുന്ന പോലെ ഒറ്റയടിക്കല്ല വരുന്നത്. രാമൻ അത് പൊക്കുകയും അത് ഒടിക്കുകയും ചെയ്യുമ്പോൾ ഒരു ധാർമ്മികമായ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അവിടെ. ഇത് വില്ല് കൊലക്കാനാണ് പറഞ്ഞത്, ഒടിക്കാനല്ല പറഞ്ഞത്. ഇങ്ങനെ ഇത് ഒടിച്ചു. സീതയാണ് ചൂസ് ചെയ്യണത്, ഞാൻ ഇദ്ദേഹത്തെ വരിക്കുന്നു. സീതയുടെ സ്വയംവരമാണത്. കാട്ടിലേക്ക് പോണ സമയത്ത് ഊർമിളയെക്കുറിച്ച് പലരും പറയും. രാമൻ പറയുന്നു എന്നെ വനത്തിലേക്ക് പോകണമെന്ന് പറയണു, നീ വരണ്ട, നീ ഇവിടെ ഇരിക്കുമെന്ന് പറയണു. സീത പറയണു ഞാൻ ധർമ്മപത്നിയാണ്, എൻ്റെ ചോയ്സാണ്, ഞാൻ കൂടെ വരും. പതിവ്രത എന്ന് പിന്നീട് മധ്യകാലഘട്ടത്തിൽ പറഞ്ഞ ഊർമിളയെ പോലെയുള്ള ആളാണ്. നീ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു, ഭർത്താവ് പറഞ്ഞു കേട്ടിട്ട്. ഊർമിളയ്ക്കൊരു ഏജൻസി ഇല്ല. ഞാൻ ഊർമിളയെക്കുറിച്ച് ഒരിക്കലും എഴുതാത്തത് കൊണ്ടാണ്. എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാത്തൊരു ക്യാരക്ടറാണ്. സീത പറഞ്ഞു ഞാൻ വരും കൂടെ എന്ന്. സീത വരുന്നു, കാട്ടിൽ പോകുന്നു, കാട്ടിൽ പല കാര്യങ്ങൾ നടക്കണു. രാവണൻ ഈ പൊന്മാന വേണമെന്ന് പറയണു. പൊന്മാനെ പിടിക്കാൻ രാമൻ പോകുന്നു, മാന്നെ. സീത അവിടെ ഇരിക്കുന്നു, രാവണൻ വരുന്നു, ലക്ഷ്മണൻ, വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണ രേഖയില്ല എങ്കിലും പറഞ്ഞിട്ട് പോകണു ഇത് പുറത്തേക്ക് കടക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. സീത വരുമ്പോൾ ഒരു ഭിക്ഷാടകൻ വരുന്ന സമയത്ത്, രാവണൻ ഭിക്ഷാടകനായിട്ട് വരുമ്പോൾ സീത ഭർത്താവ് പറഞ്ഞ വാക്കോ ലക്ഷ്മണൻ പറഞ്ഞ വാക്കോ കേൾക്കുന്നില്ല. കാരണം സീത വിചാരിക്കണത് വിശന്ന് വരുന്ന ഒരാൾക്ക് ഞാൻ ഭക്ഷണം എറിഞ്ഞു കൊടുക്കരുത്, അടുത്ത് ചെന്ന് കൊടുക്കണത് സീതയുടെ ചോയ്സാണ്. സീത പോകുന്നു, ഭക്ഷണം കൊടുക്കുന്നു, സീതയെ തട്ടിക്കൊണ്ട് പോകുന്നു. തട്ടിക്കൊണ്ടുപോയി അവിടെ ശിംശിവ വൃക്ഷത്തിൻ്റെ താഴെ അശോകവാടികയിൽ സീതയെ ഇരുത്തുന്നു. ഹനുമാൻ വരുന്നു സീതയെ കാണാൻ. ഹനുമാൻ പറയണു എൻ്റെ കൂടെ വരൂ ദേവി, ഞാൻ കൊണ്ടുപോവാം. സീത പറഞ്ഞു ഞാൻ വരില്ല. രാമൻ വന്ന് വീണ്ടെടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാമൻ്റെ പേരിനാണത് കളങ്കം. രാമൻ എന്നെ വീണ്ടെടുക്കണം. അല്ലെങ്കിൽ ഹനുമാൻ ശരിക്കും പ്ലോട്ട് ഡിവൈസ് ആലോചിച്ചാൽ മതിയല്ലോ. ഹനുമാൻ അകത്ത് കയറാമെങ്കിൽ ഹനുമാൻ മല എടുത്തുകൊണ്ട് പോകണം, ഹനുമാൻ സീത എടുത്തുകൊണ്ട് പോകാൻ വിഷമമേ ഇല്ല. ഹനുമാൻ ചോദിക്കുന്നുണ്ട് മാതാവേ ഞാൻ അങ്ങേ കൊണ്ടുപോട്ടെ എന്ന്. സീത പറയണു ഞാൻ വരില്ല, രാമൻ വരണം. സീതയുടെ ചോയ്സ്. അഗ്നിപരീക്ഷ എത്തുന്നു രാമൻ. അതിനുശേഷം രാമൻ പറയണു ഞാൻ യുദ്ധം വീണ്ടെടുത്ത് കഴിഞ്ഞു, നീ എവിടെ വേണമെങ്കിൽ പൊക്കോന്ന് പറയണു രാമൻ സീതയുടെ അടുത്ത്. അഗ്നിപരീക്ഷ, ആദ്യത്തെ അഗ്നിപരീക്ഷ വാൽമീകി രാമായണം വായിക്കുകയാണെങ്കിൽ സീതയുടെ ചോയ്സാണ്. സീതയാണ് പറയണത് ഞാൻ അഗ്നിപരീക്ഷ ചെയ്യാമെന്ന്. രാമനല്ല പറയണത്. ഇപ്പോൾ നമ്മൾ നറേറ്റീവ് ഉണ്ടാക്കിയ പോലെ രാമനല്ല പറയണത് നീ പോയി തീ ചാടുമെന്ന്. സീതയാണ് തീരുമാനിക്കണത് ഞാൻ അഗ്നിപരീക്ഷ ചെയ്യുന്നത്, സീതയുടെ ചോയ്സ്. അതിനുശേഷം സംശയം വരുന്നു, സീതയെ കാട്ടിൽ ഉപേക്ഷിക്കണു രാമൻ. ഉത്തരരാമായണത്തിലേക്ക് എത്തി, പലരും കൂട്ടിച്ചേർത്തതെന്ന് പറയുന്ന ഉത്തരരാമായണത്തിലേക്ക് എത്തി നമ്മൾ. സീതയെ ഉപേക്ഷിക്കുമ്പോൾ സീത എന്താ ചെയ്യുന്നത്? സീത കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കുകയല്ല ശകുന്തളയെ പോലെ. സീത തൻ്റെ മക്കളെ വളർത്തുകയാണ്. അതിലും വേർഷൻസ് ഉണ്ട്. സീത തന്നെ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കുട്ടി, കുശത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന, അങ്ങോട്ട് പോകുന്നില്ല. സീത തൻ്റെ മക്കളെ, സീതയാണ് ഗുരു ലവകുശന്മാരുടെ. ഈ രാവണനെ വധിച്ച, ഇത്രയും വലിയ രാവണനെ വധിച്ച രാമൻ്റെ പടയെ മുഴുവൻ തോൽപ്പിക്കാൻ കെൽപ്പുള്ള മക്കളെ ആയിട്ടാണ് ഈ രണ്ട് മക്കളെ വളർത്തുന്നത് സീത. അന്നത്തെ വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മദർ എന്ന് പറയാം. സീത അവരെ വളർത്തി ഇവർ ഹനുമാനെ അടക്കം പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തോൽപ്പിച്ചതിന് ശേഷമാണ് രാമൻ പറയണത് രണ്ടാമതും ഒരു അഗ്നിപരീക്ഷയ്ക്കായിട്ട്. ഈ സമയത്ത് സീത പറഞ്ഞു ഇനി ഞാൻ അഗ്നിപരീക്ഷ ചെയ്യില്ല. സീത ഭൂമിക്കടിയിലേക്ക് താണു പോണു. എഗെയിൻ സീതയുടെ സീത മാതാവ് എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ എൻ്റെ കർമ്മം മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞു, മക്കളെ വലുതാക്കി, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് സീത ഭൂമിയിലേക്ക് തിരിച്ചു പോണു. ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ഫീമെയിൽ ക്യാരക്ടർ ക്രിയേറ്റഡ് ആയിട്ടില്ല. ദ്രൗപദിയുടെ കാര്യം ആലോചിച്ച് നോക്കാം. ദ്രൗപദിയെ പണയം വയ്ക്കണു. ദ്രൗപദി നിസ്സഹായാണ്. പിന്നെ ദ്രൗപദി രണ്ടാമത് യാചിച്ച് ഈ രാജ്യം വീണ്ടെടുക്കണു. വീണ്ടും ഒരു ചൂതിന് യുധിഷ്ഠിരനിരിക്കുകയാണ്.
അതായത് ഭർത്താവിനെതിരെ ഒന്നും ഈ 5 പേർക്കെതിരെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണമല്ലാണ്ട് ദ്രൗപദിക്ക് ഇവരെ തടയാനൊന്നും ചെയ്യാൻ പറ്റണില്ല. ഒരു ഏജൻസി ഇല്ല ദ്രൗപദിക്ക്. അതിനുശേഷം പിന്നെ സീരിയലിലെ ഡ്രമാറ്റിസം പോലെയാണ്. ഞാൻ എൻ്റെ മുടി നിൻ്റെ ചോര എടുത്തിട്ടേ കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കണു. അവസാനം എന്താ പറ്റണത്? ദ്രൗപദി ഈ യുദ്ധം കാരണം എല്ലാവരും മരിച്ച് ദ്രൗപദി തൻ്റെ എല്ലാ 5 മക്കളും ഇല്ലാണ്ടാവുകയാണ്. ദ്രൗപദിക്ക് ആരുമില്ലാതെയാവുകയാണ്. ദ്രൗപദിക്ക് മക്കളും സപത്നിയിലുള്ള ഉണ്ടായ അഭിമന്യുവും സ്നേഹിച്ച എല്ലാവരും ഇല്ലാണ്ടാവുകയാണ് ദ്രൗപദിക്ക് ചെയ്യുന്നത്. ഇപ്പം ദ്രൗപദി ഒരു സ്ട്രോങ് ക്യാരക്ടർ അല്ല. ദ്രൗപദി ഈസ് എ വിക്ടിം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ. അതേസമയം സീതയിലാണ് ഇത് എൻറ്റയർ തിങ് ഫൾക്രം നടക്കുന്നത്. അതുകൊണ്ട് സീതയാണ് ഒരുപക്ഷെ ശക്തി അല്ലെങ്കിൽ പാർവതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതോടൊപ്പമോ സ്വയം ഏജൻസി ഉള്ള ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയാവുന്നത് സീതയാണ്. അതുപോലൊരു പാത്രസൃഷ്ടി അതിന് ശേഷമോ മുമ്പോ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ സ്ത്രീ ക്യാരക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹല്യയും ശൂർപ്പണഖയും മണ്ടോദരിയും ഒക്കെ ഉണ്ടെങ്കിലും താര വലിയൊരു ക്യാരക്ടറാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിലും രാമായണത്തിലെ എല്ലാ ശാന്ത ഒക്കെ ഉണ്ടെങ്കിലും സീതയുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഭാരതീയ പുരാണങ്ങളിൽ നിന്നല്ല ലോക സാഹിത്യത്തിൽ തന്നെ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് സമയപരിധി ഉണ്ട്, അതുകൊണ്ട് അവസാനമായി 2 ചോദ്യങ്ങൾ. താങ്കളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ ഒരു രാമായണ വേർഷൻ ഏതായിരുന്നു? അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ടേക്ക് അവേ, മെനി ലെസൺസ് ഓഫ് രാമായണയിൽ നിന്ന് താങ്കൾക്കുള്ളൊരു പേഴ്സണൽ ടേക്ക് അവേ എന്തായിരുന്നു? അതോടൊപ്പം തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം വരുന്നുണ്ട്, മഹിഷാസുര ദ ലെജൻഡ് ഓഫ് കുമാരികാണ്ഡം. സയൻസ് ഫിക്ഷനും മിത്തോളജിയും കൂടി ഒരുമിപ്പിക്കുന്ന ഒരു പുസ്തകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ തന്നെ വേറൊരു നോവൽ ചന്ദ്രഭാനു മനോരമ വാർഷിക പതിപ്പിൽ വന്നു. അപ്പോൾ ഒരേ സമയം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുക എന്നത് അത്രത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കും. 5-6 ക്വസ്റ്റ്യൻ ഉണ്ട്, പെട്ടെന്ന് പറയാം, സമയപരിധിയുണ്ട്. രാമായണത്തിലെ ഏറ്റവും ആകർഷിച്ച ഒരു ഇത് ശാക്തേയ രാമായണങ്ങളിലുള്ള സീത രാവണനെ വധിക്കുന്ന 2 വേർഷൻസ്, ഒന്ന് രാവണനെ വധിക്കുന്നതും ഒന്ന് സഹസ്രമുഖ രാവണനെ വധിക്കുന്ന 2 വേർഷൻസും ഉണ്ട്. ആ വേർഷനാണ് സീതയിൽ ശക്തിയാണ്, ലക്ഷ്മിയുടെ സ്വരൂപമല്ല, ശക്തിയാണ്. രാമനും ലക്ഷ്മണനും പരാജിതരാകുമ്പോൾ, അതായത് രാവണൻ മരിച്ചതിന് ശേഷം സഹസ്രമുഖ രാവണൻ വരും. ഈ സഹസ്രമുഖ രാവണന് സീത വധിക്കുന്ന ഒരു രാമായണമുണ്ട്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു രാമായണം അത്. പിന്നെ പാഠ്യവേദങ്ങൾ ധാരാളം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും സർപ്രൈസ്ഡ് ആവുന്ന പാഠ്യവേദങ്ങളുണ്ട്. ടേക്ക് അവേ എന്ന് പറയാനുള്ളത് മെയിനായിട്ട് ഉള്ളതിൻ്റെ വൈവിധ്യം തന്നെയാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. എല്ലാ ദിവസവും ഈ കഥ ഓരോ സമൂഹവും എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതിൻ്റെ ഒരു വൈവിധ്യം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. ഒരു പാഠത്തിൽ പോവാതെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശബ്ദവും അടിച്ചമർത്തപ്പെട്ടിട്ടില്ല. ആളുകൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടില്ല. എല്ലാ കഥകളും എല്ലാ സമൂഹത്തിൻ്റെയും, അത് നിരക്ഷരരായാൽ പോലും അവരുടെ കഥകൾ ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. നമ്മുടെ ശബ്ദങ്ങളും സാഹിത്യവും അടിച്ചമർത്തപ്പെടാത്തിടത്തോളം കാലം എന്തൊക്കെ സംഭവിച്ചാലും, ഇത്രയും കാലം നമ്മുടെ ഒപ്പം യാത്ര തുടങ്ങിയ പല സംസ്കാരങ്ങളും മണ്ണടിഞ്ഞു പോയി. നമുക്ക് ഈ വൈവിധ്യത ഉള്ളത് കൊണ്ടാണ്, ഒറ്റമരമല്ലാത്ത കൊണ്ടാണ് ഇതിന്ന് നിലനിന്ന് പോകുന്നത്. പല മരങ്ങളുള്ള ഒരു വനമായതുകൊണ്ടാണ് ഇത് നിലനിന്ന് പോകുന്നത്. എത്ര വെട്ടിയാലും വീണ്ടും തളിർത്ത് വരുന്ന പല വൃക്ഷങ്ങളുള്ള വനമാണിത്. ആ വൈവിധ്യത കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മഹിഷാസുരനിലേക്ക് വരുമ്പോൾ ഇതൊരു അറ്റംപ്റ്റാണ് കേട്ടോ. ഇതുവരെ ഞാൻ എഴുതിയ പുനരാഖ്യാനങ്ങളെല്ലാം ഒരു ചരിത്രപരതയുണ്ട് അതിന്. അതായത് ഞാൻ അതിലുള്ള അത്ഭുതങ്ങളൊക്കെ എടുത്തു മാറ്റി അത് സാധാരണ ആളുകൾ, ഇപ്പോൾ രാമനും രാവണനും ഒക്കെ ഓരോ വംശങ്ങളായിട്ട് ചിത്രീകരിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പോലെയാണ് എഴുതിയിരുന്നത്. ചന്ദ്രഭാനു ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഫാൻറ്റസിയിലേക്ക് കിടക്കുകയാണ്. ഇത് വേറൊരു ചിന്തയെന്ന് വന്നതാണ്. അതായത് ഈ ലോകം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുരാണവും കൂടി ഞാൻ ലിങ്ക് ചെയ്യുകയാണ്. ഒരു 70,000 BC സെറ്റ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷനായിട്ടാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും മായയാണ് ലോകം എന്ന് അദ്വൈതത്തിലൊരു സിദ്ധാന്തമുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരുപക്ഷെ അതുപോലെ ഇതൊക്കെ ലീലയാണെന്ന് പുരാണത്തിൽ പറയും, ഭഗവാന്റെ ലീലയാണെന്ന് പറയും, ശിവൻ്റെയോ വിഷ്ണുവിൻ്റെയോ ദേവിയുടെയോ ഒക്കെ ലീലയാണെന്ന് പറയും. സാധാരണ അമ്മമാരൊക്കെ പറഞ്ഞേക്കാം അതൊക്കെ ലീലയാണ് ഭഗവാന്റെ എന്ന്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഗെയിമാണ്. വാട്ട് ഇഫ് യു ആർ ഓൾ ലിവിങ് ഇൻ എ വീഡിയോ ഗെയിം? ഇത് ഏതോ ഒരു സൂപ്പർ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു ക്രീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഗെയിമിലെ ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മളെങ്കിൽ
അത് റിയലൈസ് ചെയ്യണതാണ് എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മോക്ഷമെങ്കിൽ നമ്മൾ ഈ വീണ്ടും വീണ്ടും ഇതിലെ ക്യാരക്ടേഴ്സായിട്ട് തിരിച്ചു വരാത്ത രീതിയിൽ, അതുകൊണ്ട് അത് ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. എല്ലാ മതങ്ങളും ഒരു എക്സ്പ്ലനേഷൻ ആണല്ലോ, ഒരു വ്യാഖ്യാനമാണ് ജീവിതത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും. എന്തുകൊണ്ട് ദുഷ്ടന്മാർ നന്നാവണു, നല്ലവന്മാർ അനുഭവിക്കുന്നു? കാരണം ലോകത്തിനൊരു ലോജിക്കൊന്നുമില്ല, അതിന് തോന്നണ വഴിക്ക് പോകും. ഇതിനൊരു ലോജിക്ക് കൊടുക്കുക എന്നുള്ളതാണ് മതം ചെയ്യുന്നത് പല പല രീതിയിൽ. അത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും, വലിയ സൂക്കേടാണല്ലോ, പന പോലെ വളർത്തും, ഇങ്ങനെയൊക്കെ പല കഥകൾ കൊടുക്കണു. അതുപോലെ വരാവുന്നൊരു വ്യാഖ്യാനമാണ് ഇത്. ഇവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു സിമുലേഷനിലാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ ഒരു ഗെയിം ആണെങ്കിൽ ഗെയിം ഡെവലപ്പർക്ക് തോന്നണ പോലെ എന്തും ചെയ്യാം. അയാൾക്ക് ചില ക്യാരക്ടേഴ്സിനെ റാൻഡമായിട്ട് കൊല്ലാം. അപ്പോൾ എല്ലാത്തിനും മീനിങ് ആയി. പെട്ടെന്ന് എന്താ ആൾ നല്ല മനുഷ്യരായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. എന്താ ഗെയിം ഡെവലപ്പർ അത് ഒരു ഡിലീറ്റ് അടിച്ച് അത്ര തന്നെ, ടൈം പാസ്, ലീലയാണല്ലോ. ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ കുമാരി കാണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് ഫോക്ലോറിൽ വരുന്ന ഇതാണ്. ഇന്നത്തെ ഭാരതമല്ല ഒറിജിനലി ഉണ്ടായിരുന്നത്. കുമാരികാണ്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലം ഓസ്ട്രേലിയ വരെ നീണ്ടു കിടക്കുന്ന ഒരു കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു എന്നും അവിടുത്തെ മധുരയാണ് ശരിയായ മധുര, അവിടുത്തെ ആദ്യകാല സംഘത്തിൻ്റെ തലവൻ ശിവനായിരുന്നുവെന്നും അവിടെ ഭരിച്ചിരുന്നത് മധുര പാണ്ഡ്യരാജാവിൻ്റെ പുത്രിയായ മീനാക്ഷിയാണ് അവിടെ ഭരിച്ചിരുന്നതെന്നും അവിടെ മഹിഷാസുരൻ വേറെ അസുരലോകത്തിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് വരുന്നു എന്നുള്ളൊക്കെ ഒരു പുരാണമുണ്ട്. അത് തന്നെ മത്സ്യപുരാണത്തിലേക്ക് വരുമ്പോൾ തമിഴ് പുരാണങ്ങൾ എവിടെ തീരുന്നോ അവിടെയാണ് സംസ്കൃത പുരാണങ്ങൾ തുടങ്ങുന്നത്. ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മത്സ്യപുരാണത്തിൽ നോക്കുമ്പോൾ ഒരു ചേര രാജാവ് അല്ലെങ്കിൽ ഒരു ദ്രാവിഡ രാജാവാണ് മനു. ഈ മനു പ്രളയം വരുന്ന സമയത്ത് ഈ കുമാരികാണ്ഡം മുങ്ങുകയും മനു അവിടെ നിന്ന് ഒരു പേടകം ഉണ്ടാക്കി. ഇത് തന്നെ നോഹയുടെ പേടകമായിട്ട് ഗിൽഗിമേഷിൻ്റെ എപ്പിക്കിൽ, ലോകത്തിലെ പല എപ്പിക്സിലും ഈ ഫ്ലഡ് എപ്പിക് ഉണ്ട്. നമ്മുടെ മത്സ്യപുരാണത്തിലുള്ളത് മനു ഇതേപോലെ നോഹയുടെ പേടകം ഉണ്ടാക്കണ പോലെ ഒരു പേടകം ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ട് ഈ മത്സ്യാവതാരം ഈ പേടകത്തിനെ കൊണ്ടുപോയി സരസ്വതി നദിയുടെ മുഖത്തിൽ അല്ലെങ്കിൽ മേരുപർവ്വതത്തിൽ, രണ്ട് വേർഷനുണ്ട്, സരസ്വതി നദിയുടെ മുഖത്ത് കൊണ്ട് എത്തിക്കുകയും ഈ ഫ്ലഡിൽ ബാക്കിയൊക്കെ മുങ്ങിപ്പോവുകയും ചെയ്യുകയും മനു വൈദിക സംസ്കാരം ഉണ്ടാക്കുക. ആദ്യത്തെ വേദിക് സാക്രിഫൈസ് ചെയ്യുന്ന ആൾ മനുവാണ്. വൈദിക സംസ്കാരം ഉണ്ടാക്കുകയും മനുസ്മൃതി ഉണ്ടാക്കുകയും പല മനുക്കളുണ്ട് കേട്ടോ, മനുസ്മൃതി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ഒരു മത്സ്യപുരാണത്തിൽ വരുന്നതും ഈ തമിഴ് പുരാണത്തിലെ കുമാരികാണ്ഡവും കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു സാമൂഹികമായിട്ടുള്ള ചില മെസ്സേജസൊക്കെ വെച്ച് സയൻസ് ഫിക്ഷനായിട്ട് വെച്ചിട്ടുള്ള ബുക്കിലെ ആദ്യത്തെ ബുക്കാണ് മഹിഷാസുര ടെയിൽ ഓഫ് ദ ലെജൻഡ് ഓഫ് കുമാരികാണ്ഡം. ഇറ്റ്സ് എ സയൻസ് ഫിക്ഷൻ. 70,000 BC സെറ്റ് ചെയ്ത് തമിഴ് സംസ്കൃത പുരാണങ്ങൾ കൂട്ടി യോജിപ്പിച്ച ഒരു ഹൈ ഫിക്ഷൻ ഫാൻറ്റസിയാണ്. നാളെ മാർവലിലൊക്കെ വരുന്ന പോലെ ഒരു ഫിലിമായിട്ട് വരാനുള്ള ആഗ്രഹത്തോടുകൂടി എഴുതിയതാണ്. ഉറപ്പായിട്ടും വരുന്നു വിചാരിക്കാം. ബെസ്റ്റ് വിഷസ്. നമുക്ക് സമയപരിധി ഉണ്ട്. ഓഡിയൻസിൽ നിന്ന് ഒരു ചോദ്യം വളരെ ചുരുക്കി ചോദിക്കണം. കേൾക്കുന്നില്ല. ഹലോ, പറയൂ. ഈ രാമായണത്തെ കുറിച്ച് വേർഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ വേർഷൻസ് പല കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ വേർഷൻസ് എങ്ങനെയാണ് ഇത് താങ്കൾക്ക് കിട്ടിയത്? കുറേ പുസ്തകങ്ങളായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മോത്തിലാൽ ബനാറസിദാസ് കുറേ ഇറക്കിയിട്ടുണ്ട് ബുക്സ്. ഹിന്ദിയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, തമിഴിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് എടുത്തതെന്നുള്ളത്. പിന്നെ രാമായണ പഠനങ്ങൾ നടത്തിയ ധാരാളം പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. കാമിലാപുർ കെ രാമാനുജൻ, അവരൊക്കെ റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട് എവിടെയാണുള്ളതെന്ന്. ആ റെഫറൻസ് തേടി ചെല്ലുമ്പോൾ ആ ലൈബ്രറിയിൽ വേറെ രാമായണങ്ങളുണ്ടാവും. പിന്നെ കുറേയൊക്കെ യാത്രകളിലൂടെയും ഫോക്ക് ടെയിൽസിലൂടെയും ഫോക്ക് പെർഫോമൻസിലൂടെയും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനങ്ങളും എഴുതിയെടുത്ത സാധനങ്ങളും ഉണ്ട്. കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറേ അങ്ങനെ കിട്ടിയതാണ്. വിതുരൻ്റെ തന്നെ ഇതിൻ്റെ ഡിബേറ്റ് കുറേ നടക്കുന്നുണ്ട്. വിതുരൻ നല്ലവനാണോ ചീത്തയാണെന്നുള്ള ഡിബേറ്റ്സും ഉള്ള മഹാഭാരതങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, ഇവരെ ആ മെഴുക്കിൻ്റെ അരക്കില്ലത്തിൽ കത്തിക്കുമ്പോൾ
അതിൻ്റെ കർമ്മഫലം വിതുരന് വരുന്നുണ്ട്. കാരണം പാണ്ഡവന്മാരെ പോലുള്ള 5 മക്കളുള്ള ഒരു സ്ത്രീയെ കത്തിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കർമ്മഫലം വിതുരൻ അനുഭവിക്കണത്, വിതുരനും കാട്ടുതീപ്പെട്ടിട്ടാണ് മരിക്കണത് മഹാഭാരതത്തിൽ. അപ്പോൾ നല്ലവനെന്ന് നമ്മൾ വിചാരിക്കണ ആൾക്കും അതിൻ്റെ പാപഫലവും കർമ്മഫലവും വരുന്നുണ്ട്. അത് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ വിതുരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. സർ, ഒരു ചോദ്യം. സാർ വളരെ മനോഹരമായിട്ട് കഥ പറഞ്ഞു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാർ നന്നായിട്ട് കഥ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കഥയല്ല, ഇത് ചരിത്രമാണ്, അല്ലെങ്കിൽ ഇത് സത്യമാണ്, നടന്ന കാര്യങ്ങളാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും വെറും കഥയല്ല, ഇതൊക്കെ ഇവിടെ നടന്നതാണ്, ഇത് ഇന്ന സ്ഥലങ്ങളിൽ സംഭവിച്ചതാണ്, അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാർ ഇതെല്ലാം ദൃശ്യമാധ്യമ രംഗത്തിലേക്ക് കൂടി ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സാറ് ഇപ്പോൾ കണ്ടെത്തിയ, അല്ലെങ്കിൽ സാറിൻ്റെ മുമ്പിലൂടെ വന്നുപോയ പാഠഭേദങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ വൈവിധ്യങ്ങൾ, ആ കഥകൾ ദൃശ്യമാധ്യമത്തിലൂടെ വന്നാൽ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തുമെന്നും ആളുകൾ കൂടുതൽ ബോധമുള്ളവരായി ഇടപെടുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ സാറിനുണ്ടോ? അതായത് ഈ പാഠഭേദങ്ങൾ സിയാക്കെ രാം എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ സീരീസ് അതിൻ്റെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അതിൽ ധാരാളം സാധാരണ ഉത്തരേന്ത്യൻ രാമായണങ്ങൾ, ആക്ച്വലി അത് ഉത്തരേന്ത്യൻ രാമായണങ്ങളിലുള്ള പാഠഭേദത്തിലാണ് ശാന്തയെക്കുറിച്ചുള്ള റെഫറൻസ് വരുന്നത്. പക്ഷെ പൊതുവേ തുളസിദാസ് രാമായണത്തിലൊന്നുമില്ല. ശാന്ത എന്ന് പറയുന്ന ക്യാരക്ടർ, രാമൻ്റെ പെങ്ങളായിട്ടുള്ള ശാന്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ടെലിവിഷൻ സീരീസിൽ ആദ്യമായിട്ട് കാണിച്ചത് ഞാനാണ് എഴുതിയത്. അത് വലിയ വിവാദമാവുമെന്നൊക്കെ അവർക്ക് തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നും പറയണത്, ഇന്ത്യയിൽ ഇതൊക്കെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നതും ഒരു പൊളിറ്റിക്കൽ ടോക്കാണ് ശരിക്കും. ഇപ്പം ഞാനിത് നാഷണൽ മീഡിയയിൽ ചെയ്ത് കാണിച്ചാണ്. ഞാൻ ഈ അസുര എഴുതിയതാണ്. അസുര രാവണൻ്റെ മകളാണ് സീത എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ മാത്രം 3 ലക്ഷം കോപ്പി വിറ്റാണ് ഞാൻ. മറ്റു ഭാഷകൾ വിടുക 41 ലാംഗ്വേജിൽ വന്നു കഴിഞ്ഞു. ഇപ്പം 16 ലക്ഷത്തിന് മുകളിൽ കോപ്പി വിറ്റിട്ടുണ്ട് അസുര. ഇതേ ഇന്ത്യയിലിരുന്ന് ഈ 14 കൊല്ലം മുമ്പ് തന്നെയാണ് ഞാൻ ഈ അസുരയും അജയൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എഴുതിയാൽ ഭയങ്കര സംഭവങ്ങൾ നടക്കും എന്നുള്ളൊരു വ്യാഖ്യാനവും ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഞാൻ ഈ കഥകൾ ഞാൻ അയോധ്യയിലെയും വാരണാസിയിലെയും ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ഈ പാഠ്യഭേദങ്ങൾ ഈ പറയുന്ന പല ആൾക്കാരെ ഇരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2020 മുംബൈയിൽ നടന്ന ഇൻ്റർനാഷണൽ രാമായണ മീറ്റിൽ ഇന്ത്യ എന്നുള്ള സ്പീച്ചിന് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് കൾച്ചറൽ അംബാസഡർ എന്ന് പറഞ്ഞിട്ട് കീനോട്ട് അഡ്രസ്സ് ചെയ്തത് ഞാനാണ്. അവിടെ വെച്ച് ഞാൻ രാവണൻ്റെ പുത്രിയായിട്ടുള്ള രാമായണം ഉണ്ടെന്ന് പറയുമ്പോൾ ഫഡ്നാവിസും ബാക്കിയുള്ളവരെല്ലാവരും മുമ്പിലിരിക്കുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി എല്ലാവരും വെച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ കുറേ പേര് കേട്ടെടുത്തിട്ട് ഐറ്റേറ്റഡായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ, ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലെ പെർഫോമൻസ് ആണ്. ഇന്തോനേഷ്യയിൽ നിന്നും ബാലിയിൽ നിന്നൊക്കെയുള്ള ബാലെ പെർഫോമൻസ് ആണ്. ഫിലിപ്പീൻസിലെ കാത്തോലിക് രാമായണമുണ്ട്, അതായത് ക്രിസ്ത്യൻ രാമായണമുണ്ട്, ഇസ്ലാമിക് രാമായണമുണ്ട് ഇന്ത്യക്ക്. ഇവരൊക്കെ ഇൻ്റർനാഷണൽ രാമായണ സെമിനാറാണല്ലോ. അവർ വന്ന് ഈ ബാലെ കളിക്കുന്ന സമയത്ത്, ട്രഡീഷണൽ ബാലെ 400, 500, 1000 വർഷം പഴക്കമുള്ള ബാലെ കളിക്കുമ്പോൾ ആ പറയുന്ന രാമായണങ്ങളിലൊക്കെ രാവണൻ്റെ പുത്രിയാണ് സീത. അവരുടെ മുമ്പിൽ വെച്ച് നടന്നതാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശരിയാണെന്ന്. ഇപ്പം ഞാനിത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ടെലിവിഷനിൽ കാണിച്ചിട്ടുണ്ട്, ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്, പല വ്യാഖ്യാനങ്ങളും പാഠ്യവേദങ്ങളും എഴുതിയിട്ടുണ്ട്. അക്സെപ്റ്റഡ് ആയിട്ടുമുണ്ട്. അറ്റ്ലീസ്റ്റ് ഉത്തരേന്ത്യയിലും ബംഗാളിലും പഞ്ചാബിലൊക്കെ ഞാനിത് പോയി സംസാരിക്കുന്നതാണ്. എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും അല്ലാത്തടത്തും ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി സംസാരിക്കുന്നതാണ് ഞാൻ ഈ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടോക്കായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒതൻറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതിനുള്ള അക്സെപ്റ്റൻസ് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റും, നാളെ ചിലപ്പോൾ അടി കിട്ടുമായിരിക്കും. ഇന്ന് വരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നന്ദി സർ. നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം സമയപരിധി മൂലം. അപ്പോൾ രാമായണത്തിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ബഹുസ്വരതയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.